Hello everyone. Good evening all of you. Chemical bonding discussion ആണ് നമ്മൾ ചെയ്യുന്നത്. 2022 JEE മെയിനിന്റെ 50 ദിവസത്തെ ഫ്രീ ക്രാഷ് കോഴ്സിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കെമിസ്ട്രി ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് ആണ്. I hope all of you can see me and hear me. So we'll begin. കെമിക്കൽ ബോണ്ടിങ്ങിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ 1-2 വർഷമായിട്ട് എസ്പെഷ്യലി വെൻ യു അനലൈസ് യുവർ NTA പേപ്പർ ഏറ്റവും മേജർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഏത് ഭാഗത്ത് നിന്നാണ്, അതിന്റെ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹലോ എവരിവൺ, ഹലോ അശ്വിൻ, അബ്ദു, ഹായ്. അപ്പൊ നോക്കിയേ, കെമിക്കൽ ബോണ്ട് എന്താണെന്നുള്ളതിനെ പറ്റി നമുക്കറിയാം. ബിക്കോസ് ദാറ്റ് ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ദാറ്റ് ബൈൻഡ്സ് ദി ആറ്റം ടുഗദർ. രണ്ട് ആറ്റത്തിനെ ഒരുമിച്ച് ബൈൻഡ് ചെയ്യുന്ന ഘടകങ്ങളാണ്. എന്തിനാണ് ഒരു കെമിക്കൽ ബോണ്ട് എന്ന് ചോദിച്ചാൽ പല രീതിയിലുള്ള ഉത്തരങ്ങൾ നമുക്കത് പറയാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇറ്റ് ക്യാൻ ബി ഇൻ ഓർഡർ ടു അറ്റൈൻ ഒക്ടറ്റ്. പല രീതിയിലാണ് നമ്മളത് പറയുന്നത്. ഒന്നുകിൽ അത് ഒക്ടറ്റ് കംപ്ലീഷന് വേണ്ടിയാണെന്ന് പറയാം, അതല്ലെങ്കിൽ ഇറ്റ് ഈസ് ടു മിനിമൈസ് ദെയർ എനർജി മിനിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദേ മാക്സിമൈസ് ദെയർ സ്റ്റെബിലിറ്റി ഓർ ദേ അറ്റൈൻ സ്റ്റെബിലിറ്റി എന്ന് നമുക്ക് പറയാം. ഒരാൾ സ്റ്റേബിൾ ആകുമ്പോൾ യെസ് യു ക്യാൻ ഓൾസോ ടെൽ ദാറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം കൂടി പറയാം, ഇറ്റ് ഡിക്രീസസ് ദ റിയാക്ടിവിറ്റി. അങ്ങനെ പല രീതിയിൽ എന്തിനു വേണ്ടി കെമിക്കൽ ബോണ്ടിങ് ഉണ്ടാവുന്നു എന്നതിനെ പറ്റി നമുക്ക് പറയാം. അതല്ലേ, പല ടൈപ്പ് കെമിക്കൽ ബോണ്ട് ഉണ്ട്, പല രീതിയിൽ ഇവരുടെ ബോണ്ടിങ് ഉണ്ടാവുന്നുണ്ട്. അയോണിക് ബോണ്ട് ആവാം, വേർ ദർ ഈസ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഹാപ്പനിങ്, കോവാലന്റ് ബോണ്ട്, കോർഡിനേറ്റ് ബോണ്ട്, ദർ ആർ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്, മെറ്റാലിക് ബോണ്ടിങ്, ഹൈഡ്രജൻ ബോണ്ടിങ് ആൻഡ് വാണ്ടർവാൾ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻസ്. പല രീതിയിലുള്ള ബോണ്ടുകളുണ്ട്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ലൈക്ക് ഫ്രം ദി ലൂയിസ് കോസൽ അപ്രോച്ച് ആണ്. അപ്പൊ ലൂയിസ് കോസൽ അപ്രോച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒക്ടറ്റിനെ പറ്റിയാണ് അവർ സംസാരിക്കുന്നത്. ലൈക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഒരാൾ സ്റ്റേബിൾ ആവുന്നത്. നിയറസ്റ്റ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടാനാണെന്നുള്ള ഒക്ടറ്റ് റൂൾ ഒക്കെ നമുക്കറിയാം. കുറെ എക്സെപ്ഷൻസ് അതിലുണ്ടായിട്ടുണ്ട്, അതിലേക്കൊന്നും ഇപ്പൊ നമ്മൾ പോവേണ്ട ആവശ്യമില്ല. റെഡി, ഓഡിയബിൾ ആണല്ലോ? യെസ്. പിന്നെ മാത്രമല്ല, ഒരു അയോണിക് കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു അയോണിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കാറ്റയോണും ആനയോണും കൂടി കമ്പൈൻ ചെയ്യുന്നതാണെന്ന് കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. സോ ഈ കാറ്റയോണുകൾ ആനയോണുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ദി ഫോർമേഷൻ, ദ പ്രോസസ് ഷുഡ് ബി എക്സോതെർമിക്. അതായത് ഈ കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ അത് എനർജി റിലീസ് ചെയ്യണം, അതാണ് ഒരു കണ്ടീഷൻ. പിന്നെയോ കാറ്റയോണുകൾ പെട്ടെന്ന് ഫോം ചെയ്യണം, വിച്ച് ഇൻഡിക്കേറ്റ്സ് ലോ അയണൈസേഷൻ എൻതാൽപി ഓഫ് ദി മെറ്റൽ. ആനയോണുകൾ പെട്ടെന്ന് ഫോം ചെയ്യണം, അഥവാ ഹൈ ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് ദി നോൺ മെറ്റൽ. ഒരു കാറ്റയോണും ആനയോണും ഉണ്ടായി കഴിഞ്ഞാൽ ലാറ്റിസ് വളരെ പെട്ടെന്ന് ഉണ്ടാവണം, വിച്ച് മീൻസ് ഹയർ ലാറ്റിസ് എനർജി. അങ്ങനെയുള്ള കുറെ ക്രൈറ്റീരിയാസ് വെച്ചിട്ട് നമുക്കറിയാം. റെഡി അല്ലേ? എന്തായാലും ലൂയിസ് സ്ട്രക്ചർ വരുമ്പോൾ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ അറിയണം. ആൻഡ് ഇറ്റ് ഓൾസോ ടോക്ക് അബൌട്ട് ഫോർമൽ ചാർജ്. ഫോർമൽ ചാർജിന്റെ കേസിൽ നമുക്ക് ഇക്വേഷൻ ഒക്കെ അറിയാം. ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാൻ വാലൻസ് ഇലക്ട്രോണുകൾ മൈനസ് നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് മൈനസ് ഹാഫ് ഓഫ് ബോണ്ടഡ് ഇലക്ട്രോൺസ്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ തന്നെ ഫോർമൽ ചാർജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ എല്ലാവരും. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? വൺസ് യു ഹാവ് എ സ്ട്രക്ചർ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ കൺസിഡർ ചെയ്യുന്ന സ്ട്രക്ചർ ലെറ്റ് us say കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് വിചാരിക്കാം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ സ്ട്രക്ചർ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ, ശരിയല്ലേ? അപ്പൊ ഇവിടെ ഏതെങ്കിലും ആൾക്ക് ഓൾറെഡി ഒരു നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ് ഉണ്ടോ? ഇല്ല, അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈസ് ദർ എനി കോർഡിനേറ്റ് ബോണ്ട്? ഇല്ല. അപ്പൊ സത്യത്തിൽ കോർഡിനേറ്റ് ബോണ്ടുകൾ കൊടുത്താൽ സി എയിൽ നിന്ന് ബിയിലേക്ക് ഒരു കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാവുന്നെന്ന് വിചാരിക്കാം. വാട്ട് ഈസ് എ കോർഡിനേറ്റ് ബോണ്ട്? കോർഡിനേറ്റ് ബോണ്ടിലെ 2 ഇലക്ട്രോണുകൾ ഒരാൾ കൊടുക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണേ. സോ ഇഫ് യു കൺസിഡർ ദിസ് എ ഗിവിംഗ് ബി, എ ഫോമിംഗ് കോർഡിനേറ്റ് ബോണ്ട്സ് വിത്ത് ബി. അങ്ങനെ ഒരു കേസിൽ കൊടുക്കുന്നയാൾക്ക് +1ഉം വാങ്ങിക്കുന്നയാൾക്ക് -1ഉം ആണ് ഫോർമൽ ചാർജ്. സോ ദി കോൺസെപ്റ്റ് ഈസ് വെരി ഈസി. ഇവിടെ ഫോർമൽ ചാർജുകൾ എല്ലാം 0 ആണ്, ബിക്കോസ് ദർ ആർ നോ കോർഡിനേറ്റ് ബോണ്ട്സ് ഡൊണേറ്റർ ഓർ ഗെയിൻ. മാത്രമല്ല ഇവിടെ മറ്റു ചാർജുകൾ ഒന്നുമില്ല. ഇനിയിപ്പോ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് CO3 2- ആണെന്ന് വിചാരിക്കുക, വേർ ദ സ്ട്രക്ചർ ഈസ് ഡ്രോൺ ലൈക്ക് ദിസ്.
അപ്പൊ ഈ കേസുകളിലും there are no coordinate bond. കോർഡിനേറ്റ് ബോണ്ടുകൾ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ what is the formal charge of the first oxygen? 0. അതിന് വേറെ ചാർജ് ഒന്നുമില്ല, it is 0. സെക്കൻഡ് ഓക്സിജനിൽ ഓൾറെഡി ഒരു നെഗറ്റീവ് ചാർജ് വിസിബിൾ ആണ്, and that negative charge will retain there, and that is the formal charge. Additional coordinate ബോണ്ടുകൾ ഒന്നുമില്ല, അത് ശരിയാണ്, but there is a negative charge and that contributes to the formal charge. ഇവിടെ എന്താ? -1. What about the carbon? കാർബണിന്റെ കേസിലോ ഒന്നും സംഭവിച്ചിട്ടില്ല. They are just sharing the electrons. കോർഡിനേറ്റ് ബോണ്ടുകൾ ഇല്ല, ഓൾറെഡി ചാർജിന്റെ അപ്പിയറൻസ് അവിടെ കാണാനില്ല, so that gives you 0. ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ തരുന്നയാളുടെ കോർഡിനേറ്റ് ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാം. അതൊക്കെയാണ് ഒക്ടറ്റ് റൂൾ ഒക്കെ ആയിരുന്നു നമ്മുടെ പഴയ തിയറീസ്. ആൻഡ് നൗ come to the modern concept of covalent bond, which is your valence bond theory, VBT. VBTയുടെ അടിസ്ഥാനത്തിലാണ് ഇനി അങ്ങോട്ട് ഹൈബ്രിഡൈസേഷനും എങ്ങനെയാണ് ഷേപ്പുകൾ ഉണ്ടാവുന്നത്, ആംഗിളുകൾ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. റെഡി അല്ലേ ശ്രീലാൽ? ഇപ്പൊ ഓഡിയബിൾ അല്ലേ? കറക്റ്റ് അല്ലേ? റെഡി? യെസ്. അപ്പൊ ബാലൻസ് ബോണ്ട് തിയറിയിൽ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? there is partial overlap of the atomic orbital happening. അതായത് ഓവർലാപ്പ് ആണ് ഷെയറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റലുകളാണ്. രണ്ട് പേര് ഓവർലാപ്പ് ചെയ്യുമ്പോ ഒരാൾക്ക് ഒരു ഇലക്ട്രോണും മറ്റ് ഓർബിറ്റലിന് ഒരു ഇലക്ട്രോണും ഉണ്ടാവണം. അവരെങ്ങനെ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഷെയറിംഗ് ഈസ് ഹാപ്പനിങ് ആൻഡ് ദാറ്റ് ജനറേറ്റ്സ് യു കോവാലന്റ് ബോണ്ട്. റെഡി അല്ലേ? യെസ്. Another thing is that bond strength നിങ്ങൾ ആലോചിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. എത്രമാത്രം നന്നായിട്ട് ഓവർലാപ്പിംഗ് ചെയ്യുന്നുണ്ടോ അതിന്റെ എക്സ്റ്റെൻഡിനനുസരിച്ചിട്ടാണ് ഒരാളുടെ ബോണ്ട് സ്ട്രെങ്ത് ഉണ്ടാവുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റെഡി അല്ലേ? അപ്പൊ ഇനി ഇതില് ഹൈബ്രിഡൈസേഷനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതിന്റെ കണ്ടീഷനിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ബിക്കോസ് കണ്ടീഷൻസ് പറയുമ്പോൾ കുറെ ക്രൈറ്റീരിയസ് ഉണ്ട്. വൈ ആർ ദേ അണ്ടർഗോയിങ് ഹൈബ്രിഡൈസേഷൻ? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. വാലൻസ് ബോണ്ട് തിയറിയാണ് ഹൈബ്രിഡൈസേഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലേടാ? ആൻഡ് വൈ ഈസ് സോ? എന്തിനാണ് അങ്ങനെ ഹൈബ്രിഡൈസേഷൻ എന്നൊരു കോൺസെപ്റ്റിന്റെ ആവശ്യം? അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. എനിവേ, സെൻട്രൽ ആറ്റം അതിന് ഒരേപോലത്തെ ഈക്വലന്റ് ഷേപ്പ്, എനർജി ഒക്കെ ഉള്ള ഓർബിറ്റലുകൾ തരാൻ വേണ്ടി ഹൈബ്രിഡൈസേഷൻ നടത്തുന്നുണ്ട്. റെഡി അല്ലേ? അപ്പൊ ഹൈബ്രിഡൈസേഷൻ എന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഓവർലാപ്പിംഗിന്റെ എക്സ്റ്റെൻഡിലേക്കൊക്കെ നമുക്ക് വരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, വെൻ യു കൺസിഡർ ദി എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ്, ശ്രദ്ധിച്ചു നോക്കിയേ. യു ഹാവ് ആക്സിയൽ ആൻഡ്, റെഡി അല്ലേ ലിയാന? ആക്സിയൽ ആൻഡ് ലാറ്ററൽ ഓവർലാപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആക്സിയൽ ഓവർലാപ്പ് ആണ് കൂടുതൽ എഫിഷ്യന്റ് ആവുന്നത്. സോ ഓവർലാപ്പിംഗിന്റെ എക്സ്റ്റെൻഡിനനുസരിച്ച് ബോണ്ട് സ്ട്രെങ്ത് പറയാം. എപ്പോഴും നിങ്ങൾക്ക് ബോണ്ട് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ മേ ബി ദിസ് ഈസ് നോട്ട് എ ടോപ്പിക് ഓൺലി റിലേറ്റഡ് ടു ദ കെമിക്കൽ ബോണ്ടിങ് ബട്ട് ഓൾസോ ടു ദി ഓൾ ടോപ്പിക്സ് റിലേറ്റഡ് ടു ദി ഇനോർഗാനിക് കെമിസ്ട്രി അല്ലെ? എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. റെഡി അല്ലേ? അപ്പൊ ആക്സിയൽ ബോണ്ട്സ് ആർ സ്ട്രോങ്ങർ ദാൻ ലാറ്ററൽ. ആക്സിയൽ ബോണ്ടുകളാണ് സിഗ്മ ബോണ്ട് തരുന്നതെന്നും ലാറ്ററൽ ബോണ്ടുകൾ പൈ ബോണ്ട് തരും എന്നൊക്കെ നമുക്കറിയാം. മാത്രമല്ല ആക്സിയൽ ബോണ്ടുകളെ തന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം NP head on overlap is more efficient than SP than SS എന്നുള്ള കാര്യം അറിയാം. അത് നമ്മുടെ ഇമേജ് വരച്ചാൽ തന്നെ വളരെ വിസിബിൾ ആണ്. PP-യില് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഓവർലാപ്പിംഗ് സംഭവിക്കുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? എസും പിയും കൺസിഡർ ചെയ്യാം, എസും കൺസിഡർ ചെയ്യാം. അപ്പൊ ഒരേ എനർജി ലെവലുകൾ തന്നിട്ട് നിങ്ങളോട് ബോണ്ടിന്റെ സ്ട്രെങ്ത് ചോദിച്ചാൽ നിങ്ങൾ നോക്കേണ്ടത് അവര് ഓവർലാപ്പ് ചെയ്യുന്ന ഓർബിറ്റലുകളെ നോക്കിയിട്ട് ഓവർലാപ്പിംഗിന്റെ അടിസ്ഥാനത്തിൽ ബോണ്ട് സ്ട്രെങ്ത് പറയാം. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിയലില് ഡിഫറെന്റ് എനർജി ലെവൽ വന്നെങ്കിൽ ഫസ്റ്റ് എനർജി ലെവലുകൾ ലോവർ എനർജി, മോർ സ്റ്റെബിലിറ്റി, ശരിയല്ലേ? അങ്ങനെയാണ്. യെസ്, അങ്ങനെയാണ് 1-1. ഉദാഹരണത്തിന് 1s 1s ഓവർലാപ്പ് ഈസ് ബെറ്റർ ദാൻ 2s 2s. 2ss
The one which is having lower energy will be more stable. ആർക്കാണോ എനർജി കുറവ് അതാണ് റിലേറ്റീവ്ലി പ്രിഫർ ചെയ്യുന്നത്, right? So that is the order you will see here. ഇനി സൈഡ് വൈസ് കൺസിഡർ ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ലെറ്റ് us say we concentrate on the pi bond. pi ബോണ്ടുകൾ കൺസിഡർ ചെയ്യുമ്പോൾ SS pi bond is not possible. You have PP pi bond. Ready? 2p pi bond കുറച്ചുകൂടി സ്ട്രോങ് ആണ് ബിക്കോസ് ലോവർ എനർജി. അടുത്തത് 3 വരും 2 വരും. And you consider here you have 2p and 3p overlap possible. അതിൽ തന്നെ 2p 3dയും 2p 3pയും പോസിബിൾ ആണ്. ശ്രദ്ധിക്കണേ, സൈഡ് വൈസ് പൈ ബോണ്ട് ഫോം ചെയ്യുന്നത് p ഓർബിറ്റലുകൾ മാത്രമല്ല. കാരണം ഇതാണ് പിയുടെ സൈഡ് വൈസ് ഓവർലാപ്പ്. അത് മാത്രമാണ് പോസിബിൾ അല്ല. പിയും ഡിയും തമ്മിലുള്ള സൈഡ് വൈസ് ഓവർലാപ്പ് ഈസ് പോസിബിൾ. 2pയും 3pയും തമ്മിലുള്ള സൈഡ് വൈസ് ഓവർലാപ്പ് ഈസ് പോസിബിൾ. അപ്പൊ ഈ ബെൻഡ് സ്ട്രക്ചർ ഓഫ് ഡി makes the overlap more efficient and hence whenever you compare the pi bonds, pi bondകൾ ശ്രദ്ധിച്ചാൽ 2p ലോവർ എനർജി ആയതുകൊണ്ട് ഗ്രേറ്റർ ആണ്. 3p അത് അതിനേക്കാളും കൂടുതലാണ്. 2p 3d 2p 3p വരുമ്പോൾ ഡിയിലെ ഓവർലാപ്പിംഗ് കുറച്ചുകൂടി എഫിഷ്യന്റ് ആവുന്നു. ഈ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. എന്തായാലും ഹൈബ്രിഡൈസേഷനിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഹൈബ്രിഡൈസേഷൻ, ലോൺ പെയറുകളുടെ എണ്ണം, ബോണ്ട് പെയറുകളുടെ എണ്ണം, വാട്ട് ഈസ് ദ ഷേപ്പ് ഓർ സ്ട്രക്ചർ, ഇതാണ് ചോദിക്കുന്നത്. ഹൈബ്രിഡൈസേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിലിരിക്കുന്നത് 2 ബോണ്ട് പെയറും 1 ലോൺ പെയറുമാണെങ്കിൽ അതിന്റെ ഷേപ്പ് ലീനിയർ ആണെന്നും ടോട്ടൽ 2 ഇലക്ട്രോൺ പെയർ വരുമ്പോൾ ഹൈബ്രിഡൈസേഷൻ sp ആണ്. ഓർക്കുന്നോ നിങ്ങൾ? സോ യു ഹാവ് sp ഹൈബ്രിഡൈസേഷൻ. നമ്മുടെ കയ്യിൽ ടോട്ടൽ 3 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ sp2 ആണ്. അതിന്റെ ഷേപ്പുകൾ ഓർമ്മിക്കുക. 4 പേരാണെങ്കിൽ അത് sp3 ആണ്. അതിന്റെ ഷേപ്പ് ടെട്രാഹെഡ്രൽ ആണ്. 1 ലോൺ പെയർ വന്നു കഴിഞ്ഞാൽ ട്രയഗണൽ പിരമിഡൽ ആണ്. 2 ലോൺ പെയർ വരുമ്പോൾ അതിന്റെ ഷേപ്പ് ബെൻഡ് ആണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. റെഡി? യെസ് ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, യെസ് ഓക്കെ തരാം. അപ്പൊ ഇതാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? യെസ്. അതുപോലെ ഹൈബ്രിഡൈസേഷൻ 6 ആണെങ്കിൽ 6 ഇലക്ട്രോൺ പെയറുകൾ ഉണ്ടെങ്കിൽ sp3d2 ആണെന്നും അതിന്റെ സ്ട്രക്ചറുകളും 7 എണ്ണം ഉണ്ടെങ്കിൽ അത് പെന്റഗണൽ ബൈപിരമിഡൽ ജോമെട്രി തരും. അതിൽ ഒരാള് ലോൺ പെയർ ആണെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ ആണ്. 2 ലോൺ പെയറുകളാണെങ്കിൽ പെന്റഗണൽ പ്ലേനാർ ജോമെട്രി ആണ്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. യെസ്. സോ നൗ ഇലക്ട്രോൺ പെയറുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പൊ ഇനിയുള്ള ചോദ്യം എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺ പെയറുകളെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ദ മെത്തേഡ്സ് ടു ഫൈൻഡ് ദ ഇലക്ട്രോൺ പെയറിൽ ഫസ്റ്റ് കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മേ ബി വി വിൽ റൈറ്റ് ഇറ്റ് ആസ് കേസ് 1. അപ്പൊ ആദ്യത്തെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന കാര്യം എന്തായിരുന്നു? ഇലക്ട്രോൺ പെയറുകൾ എന്ന് പറഞ്ഞാൽ വാലൻസ് സെൻട്രൽ ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോണിന്റെ കൂടെ മോണോ വാലന്റ് ആറ്റത്തിന്റെ നമ്പറുകൾ ആഡ് ചെയ്യണം, ഡിവൈഡഡ് ബൈ 2. ഡൈവാലന്റ് ആണെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. സെൻട്രൽ ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോൺ പ്ലസ് മോണോ വാലന്റ് ആറ്റത്തിന്റെ നമ്പറുകൾ പ്ലസ് ഡൈവാലന്റ് ആണെങ്കിൽ ആഡ് ചെയ്യേണ്ടതില്ല. പിന്നെയോ കാറ്റയോൺ ആണെങ്കിൽ, കാറ്റയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജാണ്. കാറ്റയോൺ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പ്ലസ് ഓർ മൈനസ് ചാർജ് കൂടി കൊടുക്കണം. അപ്പൊ കാറ്റയോണിന്റെ കേസിൽ പോസിറ്റീവ് ചാർജ് വരുമ്പോൾ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നത് കൊണ്ട് കാറ്റയോൺ ആണെങ്കിൽ മൈനസ് ആ ചാർജ് കൊടുക്കുക. ഉദാഹരണത്തിന് Na+, അവിടെ ഒരു പോസിറ്റീവ് ചാർജാ, വിച്ച് ഇൻഡിക്കേറ്റ്സ് 1 ഇലക്ട്രോൺ ഈസ് ലോസ്റ്റ്. അതുകൊണ്ട് -1 മൈനസ് ആ ചാർജ് എഴുതേണ്ടി വരും. ആനയോണിനെ ആഡ് ചെയ്യേണ്ടതാണ്. ആനയോണിനെ ആഡ് ആണ് ചെയ്യേണ്ടത്. O2- എന്ന് പറഞ്ഞാൽ 2 നെഗറ്റീവ് ചാർജ് കൂടുതൽ വന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ +2 എന്ന് എഴുതുമ്പോൾ ആ ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടും. ഇത് ചെയ്താൽ മതി നിങ്ങൾ. ഉദാഹരണത്തിന്, how will you find it? Let's consider CH4, which is the central atom? Carbon. Central atom ഇലക്ട്രോൺ പെയറുകൾ കണ്ടുപിടിക്കുകയാണ്. കാർബൺ സെൻട്രൽ ആറ്റം ആണ്. 4 വാലൻസ് ഇലക്ട്രോണുകൾ ഉണ്ട്.
അതില് നസീം ചോദിക്കുന്നുണ്ട് കാറ്റയോണിന് നെഗറ്റീവ് അല്ലേന്ന്. കാറ്റയോണുകൾ അത് തന്നെയാ പറഞ്ഞത്. കാറ്റയോണുകളാണെങ്കിൽ പോസിറ്റീവ് ചാർജ് ഉള്ളവരായതുകൊണ്ട് ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുന്നു. സോ ദർ ഷുഡ് ബി എ നെഗറ്റീവ് ചാർജ്, നെഗറ്റീവ് സൈന് കൊടുക്കണം. എന്നാൽ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, ഇലക്ട്രോൺ കുറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ക്ലിയർ ആണ്, വെരി ഗുഡ്. അപ്പൊ CH4ന്റെ കേസിൽ ഞാൻ 1-2 ഇല്ലുസ്ട്രേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. CH4ല് 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്, പ്ലസ് സറൗണ്ടിങ് ആറ്റം 4 ഹൈഡ്രജൻ. അത് മോണോവാലന്റ് ആണോ ഡൈവാലന്റ് ആണോ? മോണോവാലന്റ് ആണ്. ഒരു ബോണ്ട് ഉണ്ടാക്കുന്നവരാണ്, വാലൻസി 1 ആയിരിക്കുന്നവരാണ്. 4 ഹൈഡ്രജൻ, ചാർജ് ഒന്നുമില്ല, by 2. So you understand you have 4 electron pair. ആ 4 ഇലക്ട്രോൺ പെയറില് 4 ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് ആ 4 ബോണ്ട് പെയർ ആണ് എന്ന് പറഞ്ഞാൽ ലോൺ പെയർ ഇല്ല. ആകെ 4 പേരേ ഉള്ളൂ, 4 ബോണ്ട് പെയർ ആണ്. സോ ദിസ് ഈസ് 4-0 കാറ്റഗറി ആൻഡ് ദാറ്റ് ഗിവ്സ് യു ടെട്രാഹെഡ്രൽ ഷേപ്പ്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണ്. ഈസി, ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇത് മനസ്സിലായി. ഫോർ എക്സാമ്പിൾ യു ഹാവ് SO2. ഇലക്ട്രോൺ പെയറുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. സൾഫർ സെൻട്രൽ ആറ്റം ആണ്, മാത്രമല്ല സൾഫർ ഓക്സിജൻ ഫാമിലിയിൽ വരുന്നത് കൊണ്ട് 6 ഇലക്ട്രോണുകൾ ഉണ്ട്. പ്ലസ് സറൗണ്ടിങ്ങിൽ വന്നിരിക്കുന്ന 2 ഓക്സിജൻ ഡൈവാലന്റ് ആണ്, ഡൈവാലന്റിനെ ആഡ് ചെയ്യേണ്ടതില്ല, ചാർജുകൾ ഒന്നുമില്ല, അതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് ചെയ്യേണ്ട. by 2 ചെയ്യുമ്പോൾ യു ഗെറ്റ് ഇറ്റ് as 3. 3 ഇലക്ട്രോൺ പെയറിൽ SO2 എന്ന് എഴുതുമ്പോ 2 ഓക്സിജൻ അഥവാ 2 ബോണ്ട് പെയറുകൾ സൂചിപ്പിക്കുന്നു. അപ്പോ ടോട്ടല് 3 എണ്ണത്തിൽ 2 എണ്ണം മാത്രമേ ബോണ്ട് പെയർ ഉള്ളൂ. 1 ഷുഡ് ബി ലോൺ പെയർ ആൻഡ് ദിസ് ഈസ് എ കാറ്റഗറി 2-0. 2-1 എന്ന കാറ്റഗറിയാണ്, 2-0 അല്ല. 2 ബോണ്ട് പെയറും 1 ലോൺ പെയറും ആണ്. ആൻഡ് ദാറ്റ് ഗിവ്സ് യു ബെൻഡ് ഷേപ്പ്. ഇങ്ങനെ നമുക്ക് വരുന്നവരുടെ സ്ട്രക്ചറുകൾ കണ്ടുപിടിക്കാം. സോ യു ഹാവ് ClO4-. ഇലക്ട്രോൺ പെയറുകൾ കണ്ടുപിടിക്കുന്നു. സെൻട്രൽ ആറ്റം ക്ലോറിൻ ആണ്, 17th ഗ്രൂപ്പ് ആണ്, 7 വാലൻസ് ഇലക്ട്രോൺ പ്ലസ്. സറൗണ്ടിങ് ആറ്റത്തിൽ വന്നിരിക്കുന്നത് ഓക്സിജൻ ആണ്, ഡൈവാലന്റ് ആയതുകൊണ്ട് അതിന്റെ നമ്പറുകൾ ആഡ് ചെയ്യേണ്ടതില്ല. ചാർജ് ഉണ്ടോ? ഉണ്ട്. ഒരു നെഗറ്റീവ് ചാർജ് ആണ്, കാറ്റയോൺ ആണ്, ആനയോൺ ആണ്. അപ്പൊ ആനയോണിനാണെങ്കിൽ അത്രയും നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 7 + 1/2 8/2 4 ആണ്. അതിൽ 4 എണ്ണം ഓക്സിജൻ അല്ലേ, 4 ബോണ്ട് പെയർ അല്ലേ എന്ന് പറഞ്ഞ 0 ലോൺ പെയർ. യു ഗെറ്റ് 4-0 കാറ്റഗറി. ദാറ്റ് ഗിവ്സ് യു ടെട്രാഹെഡ്രൽ ഷേപ്പ്. മനസ്സിലായല്ലോ? അപ്പൊ ClO4- ഷേപ്പ് ടെട്രാഹെഡ്രൽ ആണെന്ന് ഇമ്മീഡിയറ്റ്ലി പറയാം. നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് SO3 2- ആണെങ്കിൽ ഇലക്ട്രോൺ പെയർ എങ്ങനെ കണ്ടുപിടിക്കുന്നേ? സൾഫർ സെൻട്രൽ ആറ്റം 6 ഇലക്ട്രോൺ, സറൗണ്ടിങ്ങിൽ ഓക്സിജൻ മൈൻഡ് ചെയ്യേണ്ട, ഡൈവാലന്റ് ആണ്. 2 നെഗറ്റീവ് ചാർജ് ആനയോണിൽ ആഡ് ചെയ്യണം, 2 എണ്ണം ആഡ് ചെയ്യുന്നു, by 2 ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 6 2 8 8/2 4 കിട്ടി. അതില് SO3 3 എണ്ണം മാത്രമേ ബോണ്ട് പെയർ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരാള് ലോൺ പെയർ ആണെന്ന് മനസ്സിലായി. സോ ദിസ് ഈസ് എ 3-1 കാറ്റഗറി. That gives you trigonal pyramidal geometry. Trigonal pyramidal ആണ് നമുക്ക് കിട്ടുന്ന ജിയോമെട്രി. പിരമിഡൽ സ്ട്രക്ചർ ആണ് നമുക്ക് കിട്ടിയത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനെ നിങ്ങൾക്ക് തരുന്ന കാറ്റയോണുകളാവട്ടെ, ആനയോണുകളാവട്ടെ, ന്യൂട്രൽ കോമ്പൗണ്ടുകളാവട്ടെ, ഇനോർഗാനിക് കോമ്പൗണ്ടുകളുടെ സ്ട്രക്ചറുകൾ വരയ്ക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റെഡിയാണല്ലോ? ഇനി ചില സമയങ്ങളിൽ ഫ്രീ റാഡിക്കൽ അഥവാ ഓഡ് ഇലക്ട്രോണുകൾ വരുന്നതിന്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ഓഡ് ഇലക്ട്രോൺ സ്പീഷീസുകളിൽ അവരേത് കാറ്റഗറിയിൽ വരുന്നു എന്ന് ആലോചിക്കണം. 2 കാറ്റഗറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാറ്റഗറി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് CA സെൻട്രൽ ആറ്റം ഈസ് ഗ്രേറ്റർ ദാൻ സറൗണ്ടിങ് ആറ്റം. സെൻട്രൽ ആറ്റം ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. എക്സാമ്പിൾ CH3 റാഡിക്കൽ. CH3 റാഡിക്കലിലെ കാർബൺ സെൻട്രൽ ആറ്റം ആണ്, വിച്ച് ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ സറൗണ്ടിങ് ഹൈഡ്രജൻ. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ CH3 റാഡിക്കൽ തരുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഓഡ് ഇലക്ട്രോൺ ആർ നോട്ട് കൗണ്ടഡ്. ഓഡ് ഇലക്ട്രോണിനെ നമ്മൾ കൗണ്ട് ചെയ്യരുത്. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ കാറ്റയോണിനെ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് ഇതേപോലെ നമ്മൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് ഓഡ് ഇലക്ട്രോണിനെ ഒഴിവാക്കണമല്ലോ. അതുകൊണ്ട് എങ്ങനെയാണോ നിങ്ങൾ കാറ്റയോണിനെ ചെയ്തത്
കാറ്റയോണുകളുടെ കേസിൽ മൈനസ് ഇലക്ട്രോണിനെ കൊടുക്കാറുണ്ട്. അപ്പൊ ഇവിടെ CH3 ഡോട്ടില് ആ ഒരു ഡോട്ട് ഓഡ് ഇലക്ട്രോണിനെ ഒഴിവാക്കണം. അപ്പൊ ഞാൻ ആ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് എങ്ങനെയാ ചെയ്യുന്നേ നോക്കിയേ. ഇലക്ട്രോൺ പെയർ ചോദിച്ചാൽ കാർബണിന് ചുറ്റും 4 ഇലക്ട്രോണുകൾ ഉണ്ട്. അതില് 3 പേര് സറൗണ്ടിങ് ഹൈഡ്രജൻ ആണ്. പക്ഷെ ആ ഓഡ് ഇലക്ട്രോണിനെ ഒഴിവാക്കണം, -1/2. സോ യു ഡു ആസ് യു ഹാവ് ബീൻ ഡൂയിങ് ഫോർ ദി കാറ്റയോൺ. അങ്ങനെ ആലോചിച്ചാൽ മതി. കാറ്റയോണിന്റെ രീതിയിൽ നിങ്ങൾ ഇത് ചെയ്താൽ മതി എന്ന് ആലോചിച്ചാൽ മതി. റെഡി? സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 4 ഉം 2 ഉം 6/2. സോ ദിസ് ഈസ് 3 എന്ന് പറഞ്ഞാൽ ദി ഹൈബ്രിഡൈസേഷൻ ഈസ് sp2 ബിക്കോസ് യു ഹാവ് ഓൺലി 3. ഹൈബ്രിഡൈസേഷൻ ഇവിടെ sp2 ആണ്, മാറിപ്പോവരുതേ. ഹൈബ്രിഡൈസേഷൻ ഈസ് sp2. അപ്പൊ നമുക്ക് മനസ്സിലായി കാർബണിന് ചുറ്റും 3 ഹൈഡ്രജൻ ഉണ്ട്. ആ 3 ഹൈഡ്രജനെയാണ് sp2 ഹൈബ്രിഡ് ഓർബിറ്റലിൽ പ്ലേസ് ചെയ്തത്. There is one unhybridized p orbital which contain the odd electron. ഈ ഓഡ് ഇലക്ട്രോണിനെ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റലിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. റെഡിയാണോ? ആൻഡ് നൗ കൺസിഡർ, ഇതേപോലെ ഞാൻ എടുക്കുന്നത് CF3 റാഡിക്കൽ ആണെന്ന് വിചാരിക്കാം. കാർബൺ സെൻട്രൽ ആറ്റം ആണ്, ഫ്ലൂറിൻ സറൗണ്ടിങ് ആറ്റം ആണ്. പക്ഷേ ഇലക്ട്രോനെഗറ്റിവിറ്റി നേരെ തിരിഞ്ഞിരിക്കുന്നു. ഹിയർ സറൗണ്ടിങ് ആറ്റത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ് സെൻട്രൽ ആറ്റത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയെക്കാളും കൂടുതൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഇലക്ട്രോണിനെ കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. സോ ദാറ്റ് ഈസ് ദി ഐഡിയ. ഓഡ് ഇലക്ട്രോൺസ് ആർ കൗണ്ടഡ്. കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക. അഥവാ ആനിയോണിനെ എങ്ങനെയാണോ കണ്ടുപിടിക്കുന്നത് അതുപോലെ നമ്മൾ ചെയ്യണം. നിങ്ങൾ പറഞ്ഞു കാർബൺ ആണ് സെൻട്രൽ ആറ്റം, 4 ഇലക്ട്രോൺ, സറൗണ്ടിങ്ങിൽ 3 ഫ്ലൂറിൻ, 3 മോണോവാലന്റ്, ഒരു ഓഡ് ഇലക്ട്രോൺ ഉണ്ട്, അതിനെ കൗണ്ട് ചെയ്യേണ്ടത് കൊണ്ട് +1 / 2. അപ്പൊ നമുക്ക് 4 എന്ന് കിട്ടി. ദാറ്റ് ഗിവ്സ് യു sp3 ഹൈബ്രിഡൈസേഷൻ. അപ്പൊ ഫ്രീ റാഡിക്കൽസ് ഓഫ് കാർബണിന്റെ ഫ്രീ റാഡിക്കൽ എടുത്തപ്പോ പോലും ഇതിൽ വ്യത്യാസം വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റെഡി? അപ്പൊ എപ്പോഴും എല്ലാ വെറൈറ്റീസും മേ ബി ഇഫ് ദിസ് ഈസ് ClO2 റാഡിക്കൽ തരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ClO2 തരുമ്പോൾ ഹൗ വിൽ യു അണ്ടർസ്റ്റാൻഡ് ദേ കണ്ടെയ്ൻ ഓഡ് ഇലക്ട്രോൺ? ഈസിയാ. അതായത് ക്ലോറിൻ എന്ന് പറഞ്ഞാൽ 17th ഗ്രൂപ്പ് ആണല്ലോ, 7 ഇലക്ട്രോണുകളാണ് ചുറ്റുമുള്ളത്. അതില് 2 എണ്ണം ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഓഡ് ഇലക്ട്രോൺ അവിടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ നോക്കുക, ഓഡ് ഇലക്ട്രോൺ പ്രസന്റ് ആണ്. നിങ്ങൾ ഇതിൽ ഏത് കേസ് ആണെന്ന് അനലൈസ് ചെയ്യണം. ക്ലോറിനും ഓക്സിജനും ആലോചിച്ച് നോക്കിയേ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഏതിനാ? ഫോൺ കോൾ എന്ന് നമ്മൾ പഠിക്കാറില്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി ക്ലോറിനും ഓക്സിജനും വരുമ്പോൾ ഓക്സിജൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. സറൗണ്ടിങ് ആറ്റം ആണ് മോർ ഇലക്ട്രോനെഗറ്റീവ് ആൻഡ് ദാറ്റ് ബിലോങ് ടു ദ സെക്കൻഡ് കാറ്റഗറി. അപ്പൊ രണ്ടാമത്തെ കാറ്റഗറിയിൽ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിൽ ക്ലോറിന് ചുറ്റും 7 ഇലക്ട്രോണുകൾ ഉണ്ട്. ബിക്കോസ് ബാലൻസ് ഇലക്ട്രോൺ 7. ചുറ്റുമുള്ള ഓക്സിജൻ ഡൈവാലന്റ് ആയതുകൊണ്ട് കൗണ്ട് ചെയ്യേണ്ടതില്ല. ഓഡ് ഇലക്ട്രോൺ ഉള്ള സ്പീഷീസ് ആണ്. സറൗണ്ടിങ് ആറ്റത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് ആ ഓഡ് ഇലക്ട്രോണിനെ നമ്മൾ ആഡ് ചെയ്യണം. So you get 4 and that gives you sp3 hybridization. Hybridization is sp3. അതെ, അതിനനുസരിച്ചിട്ടുള്ള സ്ട്രക്ചർ വരും ശ്രീലാൽ, അതിൽ സംശയമൊന്നുമില്ല. So you get hybridization is equal to sp3. ഇങ്ങനെയാണ് ഓഡ് ഇലക്ട്രോണുകൾ വരുമ്പോൾ കണ്ടുപിടിക്കേണ്ടത്. റെഡി? ഇതുപോലെ ഹൈബ്രിഡൈസേഷൻ ഇൻ സോളിഡ് സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. ശ്രദ്ധിക്കണേ, സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ PCl5 സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് അയോണിക് പെയറുകളായിട്ടാണ്. ഫോർ എക്സാമ്പിൾ PCl4+ ആയിട്ടും PCl6- ആയിട്ടുള്ള അയോണുകളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. അത് അറിഞ്ഞാൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. കാരണം ഇതിപ്പം കാറ്റയോൺ ആണ്. നിങ്ങൾ എങ്ങനെയാണോ കാറ്റയോണിൻ്റെത് കാണുന്നത് അതുപോലെ കണ്ടുപിടിച്ചാൽ മതി. ആനിയോണിൻ്റെത് അതുപോലെ കണ്ടുപിടിക്കുമ്പോൾ യു ഗെറ്റ് sp3d2. അപ്പൊ ഇത് ടെട്രാഹെഡ്രലും ഇത് ഒക്ടാഹെഡ്രലും ആണെന്ന് മനസ്സിലാവും. പക്ഷെ ഇതില് സോളിഡ് സ്റ്റേറ്റിൽ ഏത് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇപ്പൊ സി ഇഫ് യു ഹാവ് IF5 സിമിലർലി IF4+ ആയിട്ടും IF6- ആയിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നു. Now if you have PF5, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. PF5 ആണെങ്കിൽ PF4+ ആയിട്ടും F- ആയിട്ടും എക്സിസ്റ്റ് ചെയ്യാം. PCl5 പോലെയല്ല.
Similarly, you have PBr5. ഇത് ഇതേപോലെയാണ്. PBr4 പ്ലസും BR- ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ കയ്യിലിരിക്കുന്ന സിസ്റ്റം ഏത് സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇഫ് യു ഹാവ് XeF6, നമുക്ക് XeF5 പ്ലസും F- ആയിട്ട് കിട്ടും. You consider you have Cl2O6, which gives you ClO2 plus and ClO4 minus. Cation ion എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാലോ. നമ്മുടെ കയ്യിൽ അയോഡിൻ ആണുള്ളതെങ്കിൽ it can be I3 plus and I3 minus. You have N2O4, which ഇത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്, which exists as NO plus and NO3 minus. റെഡി അല്ലേ? അതെ അതെ. N2O5 ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ NO2 പ്ലസ് ആയിട്ടും NO3 മൈനസ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഹൈബ്രിഡൈസേഷന്റെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഇതിപ്പോ VSCPR കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കുന്നു, ഷേപ്പുകൾ നമ്മൾ തിരിച്ചറിയുന്നു. ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. സോ ഹൈബ്രിഡൈസേഷൻ ഓഫ് ഓൾ ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് and also hybridization of cation, anion, odd electron species, and what is hybridization in solid state. പിന്നെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ബോണ്ട് ആംഗിളുകളുടെ കാൽക്കുലേഷൻസ് വരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എസ്പെഷ്യലി വെൻ യു കൺസിഡർ ലോൺ പെയേഴ്സ്, ഇപ്പൊ ഓരോന്നിന്റെയും ബേസിക് ബോണ്ട് ആംഗിൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ലീനിയർ ആണെങ്കിൽ 180 ഡിഗ്രി അല്ലെ, ട്രൈഗണൽ പ്ലേനാർ ആണെങ്കിൽ 120 എന്നൊക്കെ നമുക്കറിയാം. ബട്ട് whenever there are odd electrons or whenever you have lone pairs available, ഒരു സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ലോൺ പെയർ അവൈലബിൾ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഡ്യൂ ടു ദ റിപ്പൾഷൻ exerted by the lone pair, LP-LP റിപ്പൾഷൻ, LP-BP റിപ്പൾഷൻ, BP-BP റിപ്പൾഷന്റെ അളവ് നമുക്കറിയാം. ലോൺ പെയർ റിപ്പൾഷൻ is always greater than ലോൺ പെയർ ബോണ്ട് പെയർ greater than ബോണ്ട് പെയർ. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ ലോൺ പെയർ ഉണ്ടെന്ന് മനസ്സിലായാൽ we know that there is a difference in the bond angle than expected. പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഡിഫറെന്റ് ആയിട്ട് ബോണ്ട് ആംഗിൾ ഉണ്ടാവുമെന്ന് മനസ്സിലാവും. അപ്പൊ നമ്മളിങ്ങനെ ഇതുവരെ പഠിച്ചിരിക്കുന്ന മുഴുവൻ ബോണ്ട് ആംഗിളിന്റെ കോൺസെപ്റ്റുകൾ ജനറലൈസ് ചെയ്യുമ്പോൾ what do you understand? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഒന്നാമത്തെ കേസിൽ ഡിഫറെന്റ് ഹൈബ്രിഡൈസേഷൻ ഉള്ളവരാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ബോണ്ട് ആംഗിൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പെർസെന്റേജ് എസ് ക്യാരക്ടർ എന്ന് പറയാം. സോ ദാറ്റ് ഈസ് ദി ഐഡിയ. എന്ന് പറഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആ സംഭവം. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് BeCl2, യു ഹാവ് BCl3 ആൻഡ് CH4. BeCl2 ഹൈബ്രിഡൈസേഷൻ SP ലീനിയർ 180 ആംഗിൾ. ഇത് SP2 ട്രൈഗണൽ പ്ലേനർ 120 ആണ്. ഇത് ടെട്രാഹെഡ്രൽ SP3 യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് 109 എന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഹൈബ്രിഡൈസേഷൻ ഡിഫറെന്റ് ആണെങ്കിൽ ഏതിനാണോ എസ് ക്യാരക്ടർ കൂടുതൽ അതിന്റെ ബോണ്ട് ആംഗിൾ കൂടുതലായിരിക്കും. അത് ഈസിയാണ്. ഇനി ഇപ്പൊ നമ്മുടെ കയ്യില് ഉള്ളതില് ലെറ്റ് us say സെയിം ഹൈബ്രിഡൈസേഷൻ ആണെന്ന് വിചാരിക്കാം. ഹൈബ്രിഡൈസേഷൻ സെയിം ആണ്, പക്ഷെ ഡിഫറൻസ് വരുന്നത് ലോൺ പെയറുകളുടെ നമ്പറിലാണെന്ന് വിചാരിക്കാം. ഹൈബ്രിഡൈസേഷൻ സെയിം, പിന്നെ അത് വെച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു കൺക്ലൂഡ് ദാറ്റ് ബോണ്ട് ആംഗിൾ എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ലോൺ പെയർസ്. ശരിയല്ലേ? അതായത് ലോൺ പെയറുകൾ വരുന്നതിനനുസരിച്ചിട്ട് ബോണ്ട് ആംഗിൾ കുറയും. എത്രയാണോ ലോൺ പെയർ കൂടുന്നത് അത്രയും ബോണ്ട് ആംഗിൾ കുറയുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് നിങ്ങളിപ്പോ NH3 കൺസിഡർ ചെയ്യാം. കൺസിഡർ CH4 NH3 H2O. എല്ലാത്തിലും ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. പക്ഷെ ഇവിടെ 0 ലോൺ പെയർ, ഇവിടെ 1 ലോൺ പെയർ, ഇവിടെ 2 ലോൺ പെയർ. അതുകൊണ്ട് തന്നെ ബോണ്ട് ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ CH4 109, NH3 107, വാട്ടർ ആണെങ്കിലോ 104. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ ഒരേ ഹൈബ്രിഡൈസേഷനും ബോണ്ട് ലോൺ പെയറുകളിൽ മാത്രമാണ് ഡിഫറൻസ് എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കാം. നൗ കൺസിഡർ ഒരു കേസില് നമ്മുടെ കയ്യില് സെയിം ഹൈബ്രിഡൈസേഷൻ ആണെന്ന് വിചാരിക്കാം. ആൻഡ് സെയിം നമ്പർ ഓഫ് ലോൺ പെയേഴ്സും ഉണ്ട്. ഡിഫറൻസ് എന്താ? ഡിഫറൻസ് സംഭവിച്ചിരിക്കുന്നത് സെൻട്രൽ ആറ്റത്തിനാണ്. സെൻട്രൽ ആറ്റം ഡിഫറെന്റ് ആണ്, ബാക്കിയൊക്കെ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ബോണ്ട് ആംഗിൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു
ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് സെൻട്രൽ ആറ്റം എന്ന് നമുക്ക് പറയാം. ഓർ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് ഓഫ് സെൻട്രൽ ആറ്റം. എങ്ങനെ ആലോചിച്ചാലും കുഴപ്പമില്ല. ബോണ്ട് ആംഗിൾ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് ഓഫ് സെൻട്രൽ ആറ്റം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ശ്രദ്ധിക്കണേ, എന്റെ കയ്യില് നമ്മുടെ കയ്യിലിരിക്കുന്നത് H2O, H2S and you have H2SE. ഇവിടെയുള്ള പ്രത്യേകത സറൗണ്ടിങ് ആറ്റങ്ങളെല്ലാം സെയിം ആണ്. സെൻട്രൽ ആറ്റം മാത്രമേ ഡിഫറെന്റ് ആവുന്നുള്ളൂ. എല്ലാവരുടെയും ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ഒരേ ഗ്രൂപ്പിൽ വരുന്നത് കൊണ്ട് എല്ലാത്തിലും ഒരേ നമ്പർ ഓഫ് ലോൺ പെയറുകൾ പ്രസന്റ് ആണ്. അപ്പൊ വരുമ്പോ നിങ്ങൾ സൈസ് നോക്കണം. സെൻട്രൽ ആറ്റത്തിന്റെ സൈസ് കൂടുമ്പോൾ ബോണ്ട് ആംഗിൾ കുറയും. അപ്പൊ സെൻട്രൽ ആറ്റത്തിൽ വരുന്ന ഓക്സിജൻ, സൾഫർ, സെലീനിയം താഴേക്ക് വരുമ്പോ സൈസ് കൂടും, ബോണ്ട് ആംഗിൾ കുറയും. സോ ബോണ്ട് ആംഗിൾ ഏറ്റവും കൂടുതൽ വരുന്നത് H2O. ദ സെയിം പ്രിൻസിപ്പിൾ ആണ് നിങ്ങൾ പി ബ്ലോക്ക് പഠിക്കുമ്പോൾ NH3യുടെ ബോണ്ട് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ PH3 അല്ലെ, ദാൻ ASH3 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതുന്നത്. And now consider another category where you have same hybridization. Hybridization same ആണ്, സെയിം നമ്പർ ഓഫ് ലോൺ പെയറുകൾ ഉണ്ട്. അതുപോലെ തന്നെ സെയിം സെൻട്രൽ ആറ്റം ആണ്. സെൻട്രൽ ആറ്റം സെയിം ആണ്. ഡിഫറൻസ് സംഭവിച്ചിരിക്കുന്നത് സറൗണ്ടിങ് ആറ്റത്തിന് മാത്രമാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ബോണ്ട് ആംഗിൾ is inversely proportional to electronegativity of surrounding atom or it is directly proportional to size of surrounding atom. സറൗണ്ടിങ് ആറ്റത്തിന്റെ സൈസ് കൂടിയാൽ ബോണ്ട് ആംഗിൾ കൂടും. അത് എളുപ്പ. സറൗണ്ടിങ് ആറ്റത്തിന്റെ ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് റിപ്പിൾ ചെയ്യും. അപ്പൊ ആംഗിൾ എന്തായാലും കൂടും, അതിൽ സംശയമൊന്നുമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് let us say I'm giving you OCl2 and OF2. You have same hybridization sp3, same number of lone pairs, 2 lone pairs ഉണ്ട്. സെയിം സെൻട്രൽ ആറ്റം ആണ്, ഓക്സിജൻ ആണ്. സറൗണ്ടിങ് ആറ്റത്തിലാണ് വ്യത്യാസം. ഒന്നിൽ വരുന്നത് ക്ലോറിനും മറ്റേതിന് ഫ്ലൂറിനുമാണ്. സൈസ് കൂടുമ്പോ, ക്ലോറിന്റെ സൈസ് കൂടുമ്പോ അവര് ഒന്ന് വികസിക്കുന്നതിന്റെ ഭാഗമായിട്ട് ബോണ്ട് ആംഗിൾ കൂടും. അപ്പൊ നമുക്ക് മനസ്സിലായിരിക്കുന്നത് OCl2ന്റെ ബോണ്ട് ആംഗിൾ ആണ് കൂടുതൽ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. റെഡി അല്ലേ? ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നിലവിലെ ആംഗിളുകളുടെ പ്രഡിക്ഷനും ഇമേജ് സ്ട്രക്ചർ ഒക്കെ വരയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. What about this? Can you answer? The number of species having non-pyramidal shape among the following is. ഒരു ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് 2021 ചോദിച്ചിരിക്കുന്നത്. നോൺ പിരമിഡൽ ഷേപ്പ് ഉള്ളതാണ് പറയേണ്ടത്. അപ്പൊ ഇതില് ഇനിയിപ്പോ എളുപ്പത്തിൽ നമുക്ക് ആലോചിക്കാൻ പറ്റും. SO3യുടെ ഷേപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അതായത് സൾഫർ ആണ് സെൻട്രൽ ആറ്റം, 6 ആണ്, ചുറ്റും വരുന്നതിനെ മൈൻഡ് ചെയ്യേണ്ടതില്ല. അപ്പൊ 3 നമുക്ക് വരും. ആ 3 പേരും ബോണ്ട് പെയറുകളാണ്. സോ ദിസ് ഈസ് എ ഷേപ്പ് അല്ലേ? നമുക്ക് കിട്ടിയിരിക്കുന്നത് 3-0 കാറ്റഗറിയാണ്. ഷേപ്പ് കിട്ടി. NO3 മൈനസ് ഇതുപോലെ ആലോചിച്ച് നോക്കാൻ, നൈട്രജൻ 5 വാലൻസ് ഇലക്ട്രോൺസ് ആണ്. ഓക്സിജനെ മൈൻഡ് ചെയ്യേണ്ടതില്ല. ആനിയോൺ ആയതുകൊണ്ട് ആ ചാർജ് ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ യു ഗെറ്റ് 3. അഗൈൻ ദിസ് ഈസ് ദ 3-0 കാറ്റഗറി വിച്ച് ഗിവ്സ് യു ട്രയഗണൽ പ്ലാനർ. PCl3 നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ PCl3 ഫോസ്ഫറസ് 15th ഗ്രൂപ്പ് ആണ്. 5 ഇലക്ട്രോണുകൾ ഉണ്ട്. ക്ലോറിൻ മോണോവാലന്റ് ആയതുകൊണ്ട് അതിനെ ആഡ് ചെയ്യണം. ബൈ 2 ചെയ്യുമ്പോൾ 8/2 4 ആണ്. യു അണ്ടർസ്റ്റാൻഡ്, 4 ആൾക്കാർ വരണം. പക്ഷെ ഇത് 3-1 കാറ്റഗറിയാണ്. 3 ക്ലോറിനെ ചുറ്റുള്ളൂ. 4 പേര് വേണം, പക്ഷെ 3 ക്ലോറിനെ ചുറ്റുള്ളൂ. അപ്പൊ ഒരാള് നമുക്ക് മനസ്സിലായി, ദാറ്റ് ഈസ് യുവർ ലോൺ പെയർ. അങ്ങനെയാണെങ്കിൽ കിട്ടേണ്ട ഷേപ്പ് എന്താ? പിരമിഡൽ ഷേപ്പ് ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ യു ഗെറ്റ് ദിസ്. CO3 2- നോക്കിക്കഴിഞ്ഞാൽ കാർബൺ 14th ഗ്രൂപ്പ് ആണ്. ഓക്സിജനെ മൈൻഡ് ചെയ്യേണ്ടതില്ല. ആനിയോൺ ആയതുകൊണ്ട് അതിനെ ആഡ് ചെയ്യണം. 2 ചാർജിനെ ആഡ് ചെയ്യുന്നു. നമുക്ക് 3 എന്ന് കിട്ടി, വിച്ച് ഗിവ്സ് യു ട്രൈഗണൽ പ്ലാനർ. ശരിയല്ലേ? അപ്പോ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് യുവർ ആൻസർ? ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഹാപ്പൻഡ് ഫാത്തിമാസ്ന? ചോദ്യം ഇത്രയേ ഉള്ളൂ. നമ്പർ ഓഫ് സ്പീഷീസ് ഹാവിംഗ് നോൺ പിരമിഡൽ ഷേപ്പ്. പിരമിഡൽ ഷേപ്പ് അല്ലാത്ത എത്ര പേരുണ്ട്? 3 പേര് അല്ലേ? എയും ബിയും ഡിയും പിരമിഡ് ഷേപ്പ് അല്ല വരുന്നത്. സോ യു ഗെറ്റ് ദി ആൻസർ വിൽ ബി 3.
3 ആണ് നമുക്ക് കിട്ടേണ്ടത്. റെഡി? യെസ്. അടുത്ത ചോദ്യം. AB3 is an interhalogen T-shaped molecule. The number of lone pairs of electrons in A. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. AB3 ആണ് നമ്മുടെ കയ്യിൽ വരുന്നത്. അതിന് ടി ഷേപ്പ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി, നിങ്ങൾ ടി ഷേപ്പിൽ ഇത് വരച്ചേക്കണം. ദിസ് ഈസ് ടി ഷേപ്പ്. എപ്പോഴാണ് ടി ഷേപ്പ് വരുന്നത്? when you have two lone pairs, right? അപ്പോഴാണ് നിങ്ങൾക്ക് ടി ഷേപ്പ് വരുന്നത്. അപ്പോൾ ലോൺ പെയേഴ്സ്, എക്ക് ചുറ്റും എത്ര ലോൺ പെയേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. 2 ലോൺ പെയേഴ്സ് ആണ് വരുന്നത്. ഈസി. നെക്സ്റ്റ്, the bond order and magnetic behavior of O2 and I- ions are. Okay, we'll come to this. അതിനു മുന്നേ നമുക്ക് ഇത് ചെയ്യാം, കാരണം അതിൽ ഞാൻ MOT-യില് പാരാമാഗ്നറ്റിക് ഡയാമാഗ്നറ്റിക് പറഞ്ഞില്ല. We'll discuss that and come to that question. Now give me this. The number of lone pairs of electrons on the central I atom in I3- is. പറയൂ. നമ്പർ ഓഫ് ലോൺ പെയേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓൺ ദി സെൻട്രൽ I atom in I3-. അപ്പൊ I3- ആണ് നമ്മുടെ കയ്യിൽ വരുന്നത്. സോ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അയോഡിൻ ആണ് സെന്ററിലെങ്കിൽ ചുറ്റും 2 അയോഡിൻ ആണ് ബാക്കി ഉണ്ടാവുക. ടോട്ടൽ 3 അയോഡിൻ അല്ലേ? അപ്പൊ ഇനി എളുപ്പമായിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അയോഡിൻ ആണ് സെൻട്രൽ ആറ്റം. 17th ഗ്രൂപ്പ് ആണ്, 7 വാലൻസ് ഇലക്ട്രോൺസ്. സറൗണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്നത് 2 അയോഡിൻ ആണ്. I3- ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് ചാർജിനെ നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ 7 3 10, 10/2 5 ആണ്. 5 ഇലക്ട്രോൺ പെയറുകൾ ഇവിടെയുണ്ട്. അതിൽ 2 എണ്ണം മാത്രമേ ചുറ്റുള്ളൂ. അപ്പൊ 2 ബോണ്ട് പെയർ എന്ന് പറഞ്ഞാൽ 3 ലോൺ പെയർ അല്ലേ വരിക? അല്ലേ? ബിക്കോസ് ദിസ് ഇസ് എ 2-3 കാറ്റഗറി. There are 3 lone pairs around the central iodine. ശരിയാണ്. അയോഡിന് ചുറ്റും 3 ലോൺ പെയറുകൾ ഉള്ളതായിട്ട് നമുക്ക് പറയാം. സോ യു ഗെറ്റ് ദി ആൻസർ ആസ് 3. 3 ആണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് ഇതിൽ വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. റെഡി? ആൻഡ് നൗ ലിസൺ. If you consider the molecular orbital theory, മനസ്സിലായല്ലോ? അപ്പൊ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഷേപ്പുകൾ ഇനിയും വരും. അപ്പൊ VSDPR തിയറിയും VBT തിയറിയും ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നിങ്ങൾ ഇവരുടെ സ്ട്രക്ചറുകൾ, ലോൺ പെയറുകൾ കണ്ടുപിടിച്ച് സമയം വളരെ എളുപ്പത്തിൽ ചെയ്യാന്നുള്ളതാണ് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. And if you come to this molecular orbital theory, which is known as MOT, MOT-യിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, the concept is entirely different. You have linear combination of atomic orbitals. അതായത് അറ്റോമിക് ഓർബിറ്റലുകളെ ആഡോ മൈനസോ ചെയ്യുമ്പോഴാണ് മോളിക്കുലാർ ഓർബിറ്റലുകൾ ഉണ്ടാവുന്നത് എന്ന തിയറി. അതാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ എത്ര ടൈപ്പ് മോളിക്കുലാർ ഓർബിറ്റലുകൾ ഉണ്ടാവാം എന്ന് ചോദിച്ചാൽ പല ടൈപ്പ് മോളിക്കുലാർ ഓർബിറ്റലുകൾ ഉണ്ട്. ബോണ്ടിങ്, ആന്റി ബോണ്ടിങ് എന്ന് പറയും. അതിന്റെ ക്രൈറ്റീരിയ കുറെ എണ്ണം ഉണ്ട്. നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. റിപ്പീറ്റഡ് ആയിട്ട് കഴിഞ്ഞ വർഷം നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും, MOT-ന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതിൽ ഇത്ര മാത്രമേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് 1 ബോണ്ട് ഓർഡർ എഴുതാൻ ചോദിക്കും. അല്ലെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ, പാരാമാഗ്നറ്റിക് ആണോ, ഡയാമാഗ്നറ്റിക് ആണോ, ഇങ്ങനെയുള്ളത് ചോദിക്കും. ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിരിക്കുന്ന സ്ട്രക്ചറുകൾ വരയ്ക്കുന്നതിന് പകരം യു ക്യാൻ റിമെമ്പർ ലൈക്ക് ദിസ്. എന്താ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയുന്നത്? നോക്കിയേ. ഇപ്പൊ നമുക്കിതിൽ ഒരു കാര്യം അറിയാം. അതായത് എന്റെ കയ്യിലിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ശ്രദ്ധിക്കണേ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രജനെ സംബന്ധിച്ച് അവിടെ ഒരു ബോണ്ടാണ് പ്രസന്റ് ആവുന്നത്. ഹൈഡ്രജനിൽ ഒരു ബോണ്ട് ഉണ്ട്. ഹൈഡ്രജനിലെ ടോട്ടൽ ഇരിക്കുന്നത് 2 ഇലക്ട്രോണുകളാണ്. അപ്പൊ 2 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവരുടെ ബോണ്ട് ഓർഡർ 1 ആണെന്ന് ആലോചിച്ചാൽ മതി. ദാറ്റ് ഈസ് സിമ്പിൾ. ശരിയല്ലേ? റെഡി? ഇനിയിപ്പോ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഐ ഹാവ് ഓക്സിജൻ. ഓക്സിജന് മുന്നേ നൈട്രജൻ N ട്രിപ്പിൾ ബോണ്ട് N ആണ്. നൈട്രജന്റെ അറ്റോമിക് നമ്പർ ആലോചിച്ച് നോക്കുക, 7 ആണ്. അപ്പൊ 2 നൈട്രജൻ വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ 14 ഇലക്ട്രോണുകൾ പ്രസന്റ് ആണ്. 14 ഇലക്ട്രോൺ പ്രസന്റ് ആണെങ്കിൽ ബോണ്ട് ഓർഡർ 3 ആണ്. ഈസി. 14 ഇലക്ട്രോണുകൾ പ്രസന്റ് ആണെങ്കിൽ ബോണ്ട് ഓർഡർ 3 ആണ്. ആൻഡ് നൗ കൺസിഡർ ദിസ് O ഡബിൾ ബോണ്ട് O. ഓക്സിജൻ 8 ആണ്. O2 എന്ന് പറഞ്ഞാൽ 16 ഇലക്ട്രോണുകൾ ഉണ്ട്.
16 ഇലക്ട്രോണുകൾ വരുമ്പോൾ ബോണ്ട് ഓർഡർ 2 ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് സിമിലർലി C2 കൺസിഡർ ചെയ്യണം. C2 ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ there are 12 electrons which gives you 2 bond order. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനി ബാക്കി വരുന്നത് നിങ്ങൾക്ക് ഊഹിച്ചെഴുതാൻ വേണ്ടി കഴിയും. അപ്പൊ ഞാൻ ഇത് ഫില്ല് ചെയ്യാം. 2 ഇലക്ട്രോണുകളാണെങ്കിൽ ഒരു ബോണ്ട് ഓർഡർ ആണ്. 4 ഇലക്ട്രോണുകൾ വരുന്നുണ്ടെങ്കിൽ 0 ആണ്. 6 ഇലക്ട്രോണുകൾ വരുന്നുണ്ടെങ്കിൽ ഒരു ബോണ്ട് ഉണ്ടാവും. 8 ഇലക്ട്രോണുകൾ വരുന്നുണ്ടെങ്കിൽ 0 ആണ്. 10 ഇലക്ട്രോണുകൾ വരുന്നുണ്ടെങ്കിൽ ഒരു ബോണ്ട് ഉണ്ടാവും. ഇതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. 10 ഇലക്ട്രോണില് ഒരു ബോണ്ട്, 12 ഇലക്ട്രോണില് 2 ബോണ്ട്, ടോട്ടല് 14 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 3 ബോണ്ട്. 16 ഇലക്ട്രോൺ വരുമ്പോഴേക്ക് 2 ബോണ്ടായിട്ട് കുറയുന്നുണ്ട്. കാരണം ആന്റി ബോണ്ടിങ്ങിൽ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. And now if you have 18 electrons, bond order 1 ആണ്. 20 electrons ആണെങ്കിൽ 0. ഇത് പഠിച്ചാൽ മതി. അപ്പൊ ടോട്ടൽ എന്റെ കയ്യിൽ 9 ഇലക്ട്രോൺസ് ഉണ്ട്. ബോണ്ട് ഓർഡർ എത്രയാണ്? 9 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ 8 ഇലക്ട്രോണിന്റെയും 10 ഇലക്ട്രോണിന്റെയും ഇടയിലല്ലേ യു ഗെറ്റ് ഹാഫ്. ഇഫ് യു ഹാവ് 13 ഇലക്ട്രോൺ, അതിന്റെ ബോണ്ട് ഓർഡർ എത്രയാണ്? 12ന്റെയും 14ന്റെ ഇടയിലാണ്, യു ഗെറ്റ് 2.5. ഇങ്ങനെ ബോണ്ട് ഓർഡറുകളെ എളുപ്പത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. റെഡി? മാത്രമല്ല 10 ഇലക്ട്രോണുകൾ വന്നിട്ട് ഒരു ബോണ്ട് തരുന്ന കേസിൽ ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ 2 ഇലക്ട്രോണുകൾ ഉണ്ടെന്നാണ്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ആ 2 ഇലക്ട്രോണുകൾ അവിടെ പ്രസന്റ് ആണ് എന്നുള്ളതാണ് 10 ഇലക്ട്രോണുകളുടെ കേസിൽ ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ദാറ്റ് ഗിവ്സ് യു പാരാമാഗ്നറ്റിക്. അത് നിങ്ങൾക്ക് തരുന്നത് പാരാമാഗ്നറ്റിസം ആണ്. ദാറ്റ് ഗിവ്സ് യു പാരാമാഗ്നറ്റിക് കോമ്പൗണ്ട്. അടുത്തത് ഡൈ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ ഓക്സിജന്റെ കേസിൽ ശ്രദ്ധിക്കണം. there are 2 unpaired electrons in the anti-bonding that makes you paramagnetic. പാരാമാഗ്നറ്റിക് ആയിട്ട് മാറുക. നേരെ മറിച്ച് 18 ഇലക്ട്രോൺ ആകുമ്പോഴേക്ക് they becomes diamagnetic. ഇങ്ങനെ ഓക്സിജന്റെ കേസിൽ പ്രത്യേകം ഓർത്ത് വെക്കണേ. അപ്പൊ ഇങ്ങനെയുള്ള ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ പറയാം. ഇതാണ് ചോദ്യം. The bond order and magnetic behavior of O2 minus ions are respectively. O2 മൈനസിന്റെ ബോണ്ട് ഓർഡർ പറയണം. ആലോചിച്ച് നോക്കുക. O2ന്റെ ബോണ്ട് ഓർഡർ 2 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ O2ന്റെ കേസിൽ നമുക്കറിയാം 16 ഇലക്ട്രോൺ, 16 ഇലക്ട്രോണുകളാണ് പ്രസന്റ് ആയിരിക്കുന്നത്. O2 മൈനസ് എന്ന് പറഞ്ഞാൽ അവിടെ 17 ഇലക്ട്രോണുകൾ പ്രസന്റ് ആയിരിക്കും. അപ്പൊ ബോണ്ട് ഓർഡർ എത്രയാ? നിങ്ങൾക്കറിയാം 18 ഇലക്ട്രോൺ ആണെങ്കിൽ ബോണ്ട് ഓർഡർ 1 ആണ്. 16 ഇലക്ട്രോൺ ആണെങ്കിൽ ബോണ്ട് ഓർഡർ 2 ആണ്. അപ്പൊ ഇത് അതിനിടയിലായിരിക്കും. 1.5 ആണ് നിങ്ങൾക്ക് വരേണ്ടത്. ഇനി is it paramagnetic or diamagnetic എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഓക്സിജന്റെ കേസിൽ 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് നമുക്ക് പൈ സ്റ്റാറിൽ കാണാൻ വേണ്ടി കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വരക്കണം എന്നില്ല. അപ്പൊ ഇത് നിങ്ങൾ ഫില്ല് ചെയ്തു വരുമ്പോ ഇവിടെ 2 അൺപെയ്ഡ് ഇലക്ട്രോണുകൾ കാണുന്നുണ്ട്. ഒരാൾ കൂടി വന്നാലും നമുക്ക് ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ബാക്കി വരുന്നത് കൊണ്ട് തന്നെ അത് പാരാമാഗ്നറ്റിക് ആണ്. യു ഗെറ്റ് ഓപ്ഷൻ എ. എ എന്നുള്ളത് നമുക്ക് കിട്ടും. യെസ്. നെക്സ്റ്റ് അടുത്ത ചോദ്യം ഇതാണ്. അഗൈൻ ഇതൊക്കെ 2021 തന്നെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. AX is a covalent diatomic molecule. AX എന്ന് പറയുന്ന ഒരു ഡൈ അറ്റോമിക് മോളിക്യൂള് പ്രസന്റ് ആണ്. എയും എക്സും സെക്കൻഡ് റോ എലിമെന്റ്സ് ആണ്. അപ്പൊ ഇവര് സെക്കൻഡ് റോയിൽ വരുന്നവരാവണം. കോവാലന്റ് ഡയറ്റോമിക് ആയിരിക്കണം. നല്ല കോവാലന്റ് നേച്ചർ കാണിക്കണം. Based on the molecular orbital theory, the bond order of AX is 2.5. AX in the bond order 2.5 ആണ്. Then what is the total number of electrons in AX? Rounded off to the nearest integer. അതാണ് ചോദ്യം. അപ്പൊ എളുപ്പത്തിൽ ഓർമ്മ വേണം. നൈട്രോജന്റെ കേസിൽ ബോണ്ട് ഓർഡർ എത്രയാ? 3. നൈട്രോജൻ എന്ന് പറഞ്ഞാൽ അവിടെ 14 ഇലക്ട്രോണുകൾ പ്രസന്റ് ആയിരിക്കുന്നത്. ബോണ്ട് ഓർഡർ 2.5 വരണമെങ്കിൽ നമുക്കവിടെ 15 ഇലക്ട്രോൺസ് മതി. റെഡി? അപ്പൊ നിങ്ങൾക്ക് ബോണ്ട് ഓർഡർ 2.5 കിട്ടും. കോവാലന്റ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അടുത്തടുത്ത് കിടക്കുന്ന ആൾക്കാരായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്.
അതുകൊണ്ട് അവരുടെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലായിരിക്കും. സോ എനിവേ യു അണ്ടർസ്റ്റാൻഡ് 2.5 ബോണ്ട് ഓർഡർ കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന നിയറസ്റ്റ് ഇൻഡിജർ 15 ഇലക്ട്രോൺസ് ആണെന്ന് മനസ്സിലാവുന്നു. സോ യു ഗെറ്റ് ഇറ്റ് ഈസ് 15. അപ്പോഴേ കോവാലന്റ് കൂടുതൽ നല്ല കോവാലന്റ് ആവണമെങ്കിൽ അടുത്തടുത്തുള്ളവരായിരിക്കണം, മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിരിക്കുന്നവരായിരിക്കണം. സോ യു ഗെറ്റ് 15. Easy. Next, according to the molecular orbital theory, the species among the following that does not exist. തന്നിരിക്കുന്നതില് എക്സിസ്റ്റ് ചെയ്യാത്ത സ്പീഷീസിനെ കണ്ടുപിടിക്കണം. എപ്പോഴാണ് ഒരാൾ എക്സിസ്റ്റ് ചെയ്യാത്തത്? when the bond order is equal to 0. ഓരോന്നിന്റെയും ബോണ്ട് ഓർഡർ പ്രെഡിക്റ്റ് ചെയ്ത് നോക്കണം. ഹീലിയം എന്ന് പറഞ്ഞാൽ ഒരു ഹീലിയത്തിന് നമുക്കറിയാം 2 ഇലക്ട്രോണുകൾ ഉണ്ട്, അറ്റോമിക് നമ്പർ 2 ആണ്. 2 ഹീലിയം എന്ന് പറഞ്ഞാൽ 4 ഇലക്ട്രോണുകൾ ഉണ്ട്. He2 മൈനസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 5 ഇലക്ട്രോണുകൾ ഉണ്ട് അല്ലെ? ടോട്ടൽ നമുക്ക് വരുന്നത് 5 ഇലക്ട്രോണുകളാണ്. അപ്പൊ അതിന്റെ ബോണ്ട് ഓർഡർ എത്രയായിരിക്കും? യു ഗെറ്റ് ഹാഫ്. കാരണം 4 ഇലക്ട്രോണുകളാണെങ്കിൽ 0 ആണ്, 6 ഇലക്ട്രോണുകളാണ് വരുന്നതെങ്കിൽ 1 ആണ് ബോണ്ട് ഓർഡർ. അപ്പൊ 4നും 6നും ഇടയിലാണ് 5 ഇലക്ട്രോൺസ്. യു ഗെറ്റ് ഹാഫ് ആസ് ദ ബോണ്ട് ഓർഡർ. BE2 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ബെറിലിയം, യെസ് ബെറിലിയം BE2 ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ബെറിലിയത്തിന്റെ ആറ്റോമിക് നമ്പർ അറിയാം, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം 4 ആണ്. BE2 എന്ന് പറഞ്ഞാൽ അവിടെ 8 ഇലക്ട്രോണുകൾ പ്രസന്റ് ആയിരിക്കും. അപ്പൊ 8 ഇലക്ട്രോണുകൾ പ്രസന്റ് ആണെങ്കിൽ അതിന്റെ ബോണ്ട് ഓർഡർ 0 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ബോണ്ട് ഓർഡർ 0 എന്ന് പറഞ്ഞാൽ ഗോപിക ചോദിക്കുന്നുണ്ട് കഴിഞ്ഞതിൽ 13 എന്ന് വന്നൂടെ? യെസ്, 13ഉം 15ഉം വരുമ്പോൾ 2.5 എന്നുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. കോവാലന്റ് നേച്ചർ ആണെന്ന് എടുത്ത് പറഞ്ഞത് കൊണ്ട് മോർ കോവാലന്റ് ആവുന്നത് അല്ലെ, അടുത്തടുത്ത് വരുന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ളവരാണ് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് റൈറ്റ് സൈഡിലേക്കുള്ളതിലേക്ക് നമ്മൾ നീങ്ങിയത്. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഓൾറെഡി നമുക്ക് കിട്ടി. ഇവിടെ വന്നിരിക്കുന്നത് 4 ഇലക്ട്രോണുകളാണ്. He2 പ്ലസിലേക്ക് വരുമ്പോൾ 3 ഇലക്ട്രോണുകൾ വരും. അഗെയിൻ ബോണ്ട് ഓർഡർ ഹാഫ് ആയിരിക്കും. O2 2 മൈനസിലേക്ക് വരുമ്പോൾ 18 ഇലക്ട്രോൺ ആണ്, വേർ ദ ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് 0 ബോണ്ട് ഓർഡർ കിട്ടിയിരിക്കുന്നതായിരിക്കും ആൻസർ ആയിട്ട് വരേണ്ടത്. ഈസി. നെക്സ്റ്റ്, the compound that has the largest HMH bond angle, ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ബോണ്ട് ആംഗിൾ വന്നിരിക്കുന്നത് ഏതിലാണ്? H2O, NH3, H2S, CH4. ഓരോന്നിന്റെയും ആംഗിള് ഇതിപ്പോ ഡയറക്റ്റ് ആംഗിൾ അറിയാം, 104, NH3 107, H2S 104നേക്കാളും കുറവായിരിക്കും, റൈറ്റ്? 104നേക്കാളും കുറവായിരിക്കും. CH4 109. അപ്പൊ ഇത് നമുക്ക് ഡയറക്റ്റ് അറിയാം. അപ്പൊ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ലാർജസ്റ്റ് ബോണ്ട് ആംഗിൾ വരുന്നത് ഏതിനെന്നാണ്. ഈ കേസിലൊക്കെ ലോൺ പെയറുകൾ നോക്കുക. ഇത് ആക്ച്വലി ഹൈബ്രിഡൈസേഷൻ എല്ലാത്തിനും സെയിം ആണ്. sp3 സെയിം ഹൈബ്രിഡൈസേഷൻ വരുമ്പോൾ ലോൺ പെയറുകൾ നോക്കണം. 2 ലോൺ പെയർ, 1 ലോൺ പെയർ, 2 ലോൺ പെയർ, 0 ലോൺ പെയർ. അപ്പൊ സ്വാഭാവികമായിട്ടും 0 ലോൺ പെയർ വരുമ്പോ ബോണ്ട് ആംഗിൾ കുറയാണ് ചെയ്യുന്നത്. ഏതിനാണ് ലോൺ പെയറുകൾ ഇല്ലാത്തത് അതിന്റെ ബോണ്ട് ആംഗിൾ മാക്സിമം ആയിരിക്കും. സോ യു ഗെറ്റ് ഓപ്ഷൻ ഡി ആണെന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ഈ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഇനോർഗാനിക് കോമ്പൗണ്ടുകളുടെ പ്രഡിക്ഷൻ ഓപ്ഷൻ യെസ് ഡി ആണ് വരിക. വെരി ഗുഡ്. റെഡി? നെക്സ്റ്റ്, ദ മോളിക്യൂൾ ഇൻ വിച്ച് hybrid molecular orbitals involve only one d orbital in the central atom. തന്നിരിക്കുന്ന ഹൈബ്രിഡൈസേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡി ഓർബിറ്റലുകൾ മാത്രം വരുന്നത് ഏതിലെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കണേ, ഒരു ഡി ഓർബിറ്റലുകൾ മാത്രം വരുന്നത് ഏതിലാണ്? ആദ്യം തന്നിരിക്കുന്ന NiCN 4 times 2- എന്ന് പറയുന്നത് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. സ്വാഭാവികമായിട്ടും കോർഡിനേഷൻ കോമ്പൗണ്ടുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത്തെ കേസിൽ നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. നിക്കൽ നമുക്കറിയാം ജനറലി ഇറ്റ് ഈസ് 3d8 4s2. ദിസ് ഗിവ്സ് യു 3d8. പക്ഷേ CN- എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ പെയറിംഗ് ക്യാൻ ഹാപ്പൻ. ശരിയല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ യു ക്യാൻ ഗെറ്റ് DsP2 ഹൈബ്രിഡൈസേഷൻ. അപ്പോ നിക്കൽ
ടെട്രാ NiCN 4 times 2- എടുത്തു കഴിഞ്ഞാൽ ടെട്രാസയനോ നിക്കലേറ്റ് 2 എന്ന കോംപ്ലക്സ് എടുത്തു കഴിഞ്ഞാൽ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് യൂട്ടിലൈസസ് ഓൺലി 1 d ഓർബിറ്റൽ. കോർഡിനേഷൻ നമ്പർ എത്രയാണ്? ചുറ്റും 4 പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു d ഓർബിറ്റലിന് മാത്രം ഉപയോഗിച്ചാൽ മതി. ദാറ്റ് ഇറ്റ് സെൽഫ് ഷുഡ് ബി ദി ആൻസർ. BrF5 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോർഡിനേഷൻ കോമ്പൗണ്ടുകളെയാണ് ലിഗാൻഡുകളുടെ സ്ട്രെങ്ത് ഒക്കെ വെച്ച് നോക്കേണ്ടി വരിക. BrF5 is a normal inorganic compound. And what do you get? ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് 5-1 കാറ്റഗറി ആണ്. ടോട്ടൽ 6 പേരുണ്ട്. sp3d2 ഹൈബ്രിഡൈസേഷൻ. XeF4 എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് 4-2 കാറ്റഗറിയാ. 4 ബോണ്ട് പെയറും 2 ലോൺ പെയറും വരും. Again that gives you sp3d2. CrF6 3- ചുറ്റും 6 പേര് വരുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒന്നുകിൽ sp3d2 അല്ലെങ്കിൽ d2sp3. നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നതിൽ 2 d ഓർബിറ്റൽസ് എന്തായാലും യൂട്ടിലൈസ് ചെയ്യും. സോ യു ഗെറ്റ് ഓപ്ഷൻ എ. നെക്സ്റ്റ്, ദ ഷേപ്പ് ഓർ സ്ട്രക്ചർ ഓഫ് XeF5- and XeO3F2 റെസ്പെക്റ്റീവ്ലി. ഷേപ്പോ സ്ട്രക്ചറോ പറയണം. നിങ്ങളത് പറയൂ. XeF5- ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് xenon ആണ് സെൻട്രൽ ആറ്റം. 8 ഇലക്ട്രോണുകൾ ഉണ്ട്. ചുറ്റും വരുന്നത് ഫ്ലൂറിൻ മോണോവാലന്റ് ആണ്. 5 എണ്ണം ഉണ്ട്. ആനയോൺ ആയതുകൊണ്ട് ആഡ് ചെയ്യണം. ഒരു നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഒരാളെ നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയാ? യെസ്, 14/2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 7. അപ്പൊ ഈ 7 ഇലക്ട്രോൺ പെയറിൽ 5 എണ്ണം മാത്രമേ ഫ്ലൂറിൻ ഉള്ളൂ. 5 ബോണ്ട് പെയറും 2 എണ്ണം ലോൺ പെയറും ആണ്. ദാറ്റ് ഗിവ്സ് യു പെന്റഗണൽ പ്ലാനർ ജിയോമെട്രി. Ready? And now you have XeO3F2. xenon central atom 8. ഓക്സിജനെ മൈൻഡ് ചെയ്യേണ്ട, 2 ഫ്ലൂറിനെ മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ നോക്കിയേ, ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. അപ്പൊ 10/2 5 വരുന്നു. 5 എണ്ണത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമുണ്ട്. 3 ഓക്സിജനും 2 ഫ്ലൂറിനും 5 ബോണ്ട് പെയറാ, 0 അലോൺ പെയർ. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന 5-0 കാറ്റഗറി ആണ്, വിച്ച് ഇസ് ട്രൈഗണൽ ബൈപിരമിഡൽ. ഏതാ ജിയോമെട്രി? വാട്ട് ഈസ് യുവർ ആൻസർ? ട്രൈഗണൽ ബൈപിരമിഡലും വരണം, പെന്റഗണൽ പ്ലാനറും. ദാറ്റ് ഈസ് യുവർ ഓപ്ഷൻ എ. നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ എ ആണ്. മനസ്സിലാവുന്നുണ്ടോ? 2020 വന്നതാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സ്ട്രക്ചർ കണ്ടുപിടിക്കുന്നതെന്ന് വരുന്നത്. ദ മോളിക്യുലർ ജിയോമെട്രി ഓഫ് SF6 ഈസ് octahedral. Molecular geometry of SF6 is octahedral. What is the geometry of SF4? Including the lone pairs. Lone pairകളെ അടക്കം നിങ്ങൾ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ജിയോമെട്രി എന്തായിരിക്കും? SF4 ആ. സൾഫറ സെൻട്രൽ ആറ്റം 6 ഇലക്ട്രോൺ, 16th ഗ്രൂപ്പ് ആ, ചുറ്റും 4 പേര്. സോ യു ഗെറ്റ് 5 ഇലക്ട്രോൺ പെയർ. അതിൽ 4 എണ്ണം മാത്രമേ ഫ്ലൂറിനുള്ളൂ. അപ്പൊ ഒരാള് നമുക്ക് എന്തായാലും ലോൺ പെയർ ആണ്. പക്ഷെ ലോൺ പെയറുകളെ അടക്കം ഉൾക്കൊള്ളിക്കാൻ പറഞ്ഞതുകൊണ്ട് 5 ഇലക്ട്രോൺ പെയർ ആണ്. 5 ഇലക്ട്രോൺ പെയർ gives you trigonal bipyramidal geometry. You get option B. Ready അല്ലേ? Easy. Next, according to molecular orbital theory, 2021 question, the number of unpaired electrons in O2 2- is. Number of unpaired electrons in O2 2- is. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് O2 2- 18 ഇലക്ട്രോണുകളാണ്. നിങ്ങൾ ഓക്സിജൻ എടുത്താൽ തന്നെ അതിന്റെ ലാസ്റ്റ് ഓക്സിജൻ എടുത്താൽ തന്നെ നമുക്ക് വരുന്ന കോൺഫിഗറേഷൻ ഇതാണ്. where there are 2 unpaired electrons in the antibonding. 5 സ്റ്റാറിലെ വരുന്നത് അല്ലേ? അപ്പൊ ഇത് സത്യത്തിൽ 16 ഇലക്ട്രോൺ വരുമ്പോഴാണ് 18 ഇലക്ട്രോൺ വരുമ്പോഴേക്ക് എല്ലാരും പേഡായി. അപ്പൊ എല്ലാരും പേഡായി കഴിഞ്ഞാൽ അൺപെയ്ഡ് ഇലക്ട്രോൺ 0. ദാറ്റ് ഈസ് യുവർ ആൻസർ, 0. Yes. Next, the difference between bond orders of CO and NO plus is x/2, where x is equal to. What is your answer? 2021 ചോദ്യം. Okay. Difference between bond orders of CO. CO എന്ന് പറഞ്ഞാൽ കാർബൺ 6 ആണ് അറ്റോമിക് നമ്പർ, ഓക്സിജൻ 8 ആണ്. സോ യു ഹാവ് 14 ഇലക്ട്രോൺസ് അവൈലബിൾ. NO കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ NO ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ
NO പ്ലസ് ആണ്. അപ്പൊ നൈട്രജൻ 7 ഇലക്ട്രോൺ ഉണ്ട്, ഓക്സിജൻ 8 ഇലക്ട്രോൺ ഉണ്ട്. പ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടു, 14 ഇലക്ട്രോൺ. രണ്ടുപേർക്കും സെയിം ഇലക്ട്രോൺസ് ആണ്, അതുകൊണ്ട് സെയിം ബോണ്ട് ഓർഡേഴ്സ് ആണ്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ്? 0. നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് 0 ആണ്. ഈസി. നെക്സ്റ്റ്, ക്ലിയർ ആണോ? സ്ക്രീൻ ഈസ് ദാറ്റ് ഓക്കെ നൗ? സ്ക്രീൻ ഇപ്പം റെഡി ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, ലെറ്റ്സ് ചെക്ക് ദ സ്ക്രീൻ അഗൈൻ. ഓക്കെ, ഈസ് ദാറ്റ് ക്ലിയർ? Ready? Yes. The total number of electrons in all bonding molecular orbitals of O2 2- is round to the nearest integer. നോക്കിയേ, റെഡി അല്ലേ ശ്രീലാൽ? ഓക്കെ അല്ലേടാ? The total number of electrons in all bonding molecular orbitals of O2 2-. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് all bonding molecular orbitals of O2 2- പറയണം. Yes. Everybody answer this. 2021 ചോദ്യമാണ്. ആൻസർ ദിസ്. സെറ്റ് ആണ്. റെഡി. അപ്പൊ O2 2- എന്ന് പറയുമ്പോൾ അവിടെ 18 ഇലക്ട്രോൺസ് ഉണ്ട്. ഞാൻ അതിന്റെ വാലൻസ് കോൺഫിഗറേഷൻ നമ്മൾ ഇപ്പൊ കാണിച്ചതേ ഉള്ളൂ. അങ്ങനെ കോൺഫിഗറേഷൻ വരക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന്റെ വാലൻസ് കോൺഫിഗറേഷനിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ്. അതിന് തൊട്ട് മുന്നേ ഉണ്ട് സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s, സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s ഒക്കെ ഫിൽഡ് ആണ്. ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇതില് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ടോട്ടൽ എത്രയാണ്? 2, 4, 6, 8, 10. യു ഗെറ്റ് 10 ഇലക്ട്രോൺസ്. സോ 10 ഈസ് യുവർ ആൻസർ. 10 ഇലക്ട്രോണുകളാണ് കിട്ടുന്നത്. യെസ്, 10 ഇലക്ട്രോൺസ് നമുക്ക് കിട്ടി. നെക്സ്റ്റ്, എ സെൻട്രൽ ആറ്റം ഇൻ ദ മോളിക്യൂൾ ഹാസ് 2 lone pairs of electrons and forms 3 single bonds. The shape of this molecule is. ഒരു സെൻട്രൽ ആറ്റം ഉണ്ട്. ആ സെൻട്രൽ ആറ്റത്തിനെ സംബന്ധിച്ച് 2 ലോൺ പെയറുകൾ ഉണ്ട്, 3 സിംഗിൾ ബോണ്ടുകളും ഉണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്താ? ഇത് 3-2 കോൺഫിഗറേഷൻ ആണ്. വാട്ട് ഈസ് യുവർ ഷേപ്പ്? ടോട്ടൽ 5 പേരുണ്ട്, അതിൽ 2 എണ്ണം മാത്രമാണ് ലോൺ പെയർ. വാട്ട് ഈസ് എ ഷേപ്പ്? യു ഗെറ്റ് T shape. യുവർ ആൻസർ ഈസ് C. ദാറ്റ് ഈസ് T shaped ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് ഡയറക്റ്റ് ചോദ്യം. വെരി ഗുഡ്. നെക്സ്റ്റ്, 2021 തന്നെ മറ്റൊരു ചോദ്യം. 1-2 ലിസ്റ്റ് തന്നിട്ടുണ്ട്. മോളിക്യൂളും ബോണ്ട് ഓർഡേഴ്സും ആണ്. മാച്ച് ദ ലിസ്റ്റ്. ആലോചിച്ച് നോക്കാം. ആൻഡ് ദിസ് ക്യാൻ ബി ഇമ്മീഡിയറ്റ്ലി ഫൗണ്ട് ഫ്രം ദി ഓപ്ഷൻ. Ne2 കൺസിഡർ ചെയ്യുന്നു. നിയോൺ ആണ്. നോബിൾ ഗ്യാസ് ഡയറ്റോമിക് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാറുണ്ടോ? ഇല്ല. 2 നോബിൾ ഗ്യാസിന്റെ ഇടയിൽ ബോണ്ട് വല്ലതും ഉണ്ടോ? ഇല്ല. And what is the bond order between 2 noble gas? That is 0. And A gives you 3. Your answer will be option D. Option D direct കിട്ടി. Or you check it, cross check it again. നമ്മൾ എടുക്കുന്നത് നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് ആണ്, B4. ഫ്ലൂറിൻ ഈസ് എ സിംഗിൾ ബോണ്ടഡ് വൺ, C1. ഓക്സിജൻ ഡബിൾ ബോണ്ടഡ് ആണ്, സോ D2. You get option D directly. Ready? Next. 2020 വന്നിരിക്കുന്ന അടുത്ത ചോദ്യം. The structure of PCl5 in the solid state is. സോളിഡ് സ്റ്റേറ്റിൽ PCl5 സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം PCl5 എക്സിസ്റ്റ് ആസ് PCl4+ ആൻഡ് PCl6-. ചുറ്റും 4 പേര് വരുമ്പോ ടെട്രാഹെഡ്രലും 6 പേര് വരുമ്പോ ഒക്ടാഹെഡ്രലുമാണ്. ആൻഡ് യു ഗെറ്റ് യെസ്, ഓപ്ഷൻ എ. അതൊരു ഡയറക്റ്റ് ചോദ്യമാണ്. ഓപ്ഷൻ എ ആണ് നമുക്ക് കിട്ടുന്നത്. റെഡി? യെസ്. സോ യു ഗെറ്റ് ഓപ്ഷൻ എ. ക്ലിയർ ആണല്ലോ? യെസ്. See the next question. Of the species NO, NO+, NO2+, and NO-, the one with minimum bond strength. മിനിമം ബോണ്ട് സ്ട്രെങ്ത് ഉള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. മിനിമം ബോണ്ട് സ്ട്രെങ്ത് മിനിമം ആവുന്നത് ബോണ്ട് ലെങ്ത് മാക്സിമം ആവുമ്പോഴാണ്. സോ മിനിമം ബോണ്ട് സ്ട്രെങ്ത് ഉള്ളത് ഏതിലാണെന്ന് ആലോചിച്ച് നോക്കണം. NO കൺസിഡർ ചെയ്ത നൈട്രജനും ഓക്സിജനും ഉണ്ട്. ആൻഡ് യു നോ ദാറ്റ് there is odd electron present. This is your NO. അല്ലേ? നൈട്രജന്റെ മേലെ odd ഇലക്ട്രോൺ ഉണ്ട്. And if you consider NO+, let us say ഒരു പോസിറ്റീവ് ചാർജ് ആണ്,
ആ ഒരു ഇലക്ട്രോൺ പോയി എന്ന് വിചാരിക്കാം. ദിസ് ഇസ് ദ കേസ്. ഓർ ഓക്സിജൻ നമുക്ക് റിമൂവ് ചെയ്യാം, വാട്ട് എവർ ഇറ്റ് ഈസ്. നമ്മൾ ഈ മോളിക്യൂളിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തു. NO2 പ്ലസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് യു ഹാവ് ഒരു ഇലക്ട്രോൺ കൂടി നഷ്ടപ്പെട്ടു. ദിസ് ഈസ് ദ കേസ്. NO മൈനസ് കൺസിഡർ ചെയ്യുമ്പോൾ NO മൈനസ് ആണ്. അപ്പൊ നമുക്ക് ലെറ്റ് us say NO മൈനസ് ആണ്. സോ ലെറ്റ് സേ ഇഫ് യു ഓക്സിജന് ഒരു നെഗറ്റീവ് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്സിജൻ ഇനി സിംഗിൾ ബോണ്ട് മതി. ബാക്കിയുള്ള കേസിലൊക്കെ ഓക്സിജൻ ഡബിൾ ബോണ്ട് കാണിക്കാൻ വേണ്ടി കഴിയും. ബട്ട് ഹിയർ O മൈനസ് വന്നു കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? Whenever you try to draw this structure, understand the bond length. Resonance possible ആണ് obviously. But whenever you consider എപ്പോഴും സിംഗിൾ ബോണ്ട് ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മുടെ ലാസ്റ്റ് ഓപ്ഷനിൽ. സിംഗിൾ ബോണ്ട് ആകുമ്പോൾ ബോണ്ട് ലെങ്ത് മാക്സിമം ആയിരിക്കും. ബോണ്ട് ലെങ്ത് മാക്സിമം ആണെങ്കിൽ ബോണ്ട് സ്ട്രെങ്ത് മിനിമം ആയിരിക്കും. സോ യു ഗെറ്റ് ഓപ്ഷൻ ഡി. ഡി ആണ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. റെഡി? ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, ഇഫ് ദ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് എ ഡയോക്സിജൻ സ്പീഷീസ് ഈസ് 1.73 ബോർ മാഗ്നറ്റോൺ, ഇറ്റ് മേ ബി. ഒരാളുടെ മാഗ്നറ്റിക് മൊമെന്റ് തന്നിരിക്കുകയാണ്. ഡയോക്സിജൻ സ്പീഷീസ് ആണ്. അത് O2, O2 മൈനസ്, O2 പ്ലസ്, ആരോ ഒരാളുടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ഇതിന്റെ ആൻസർ ചെയ്യാൻ. അപ്പൊ മാഗ്നറ്റിക് മൊമെന്റ് 1.73 ബോർ മാഗ്നറ്റോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, when you have one unpaired electron, magnetic moment 1.73. when you have two unpaired, അതായത് 1 point something എന്ന് പറയാം. രണ്ട് അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 2 point something ആണ് മാഗ്നറ്റിക് മൊമെന്റ്. 3 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 3 point something. 4 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 4 point something. ഇങ്ങനെ മാഗ്നറ്റിക് മൊമെന്റിന്റെ വാല്യൂ ഡയറക്ട്ലി നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാം. 1.73, 1 point something, number of unpaired electron is 1. You understand that? നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് കാണാൻ അറിയാം. സ്ക്വയർ റൂട്ട് ഓഫ് n into n plus 2 ബോർ മാഗ്നറ്റോൺ. അതിലൊന്നും പോവേണ്ട ആവശ്യമില്ല. Once you are directly given the magnetic moment, find the number of unpaired electrons directly. അപ്പോൾ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്സിജന്റെ കേസിൽ 2 അൺപെയ്ഡ് ഇലക്ട്രോണുകളാണ് ഉള്ളത് ആന്റിബോണ്ടിങ്ങിൽ. അപ്പൊ ഒന്നുകിൽ ഇത് ഒരു ഇലക്ട്രോൺ, 2 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്, ഒന്നുകിൽ ഒരാളെ റിമൂവ് ചെയ്യുക, O2 പ്ലസ് ആക്കുക, അതല്ലെങ്കിൽ ഒരാളെ കൂടി ആഡ് ചെയ്തിട്ട് ആ 2 എണ്ണത്തിൽ ഒരാളെ പെയർ ചെയ്യിക്കാം, which is O2 മൈനസ്. യെസ് 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 ഷിഫാൻ. ഏതാ? അപ്പൊ എന്തായിരിക്കും നിങ്ങൾക്ക് വരുന്നത്? ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാവണല്ലോ. സോ ദാറ്റ് ഷുഡ് ബി ഓപ്ഷൻ എ itself, right? It should be either O2 2 minus or you should get O2 plus. Ready? Next. The bond order and the magnetic characteristics of Cn minus are. നമ്മുടെ കയ്യിലുള്ള ബോണ്ട് ഓർഡർ ആൻഡ് ദ മാഗ്നറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് Cn മൈനസ് ആണ് ചോദിച്ചിരിക്കുന്നത്. Cn മൈനസ് കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യം ഇലക്ട്രോണുകൾ എണ്ണി നോക്കുക. കാർബൺ 6 ആണ്, നൈട്രജൻ 7 ആണ്, മൈനസ് എന്നുള്ളത് ആനിയോൺ ആയതുകൊണ്ട് ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ വന്നു. ടോട്ടൽ 14 ഇലക്ട്രോൺ വന്നിട്ടുണ്ട്. 14 ഇലക്ട്രോൺ വന്നു എന്ന് പറഞ്ഞാൽ നൈട്രജന് സിമിലർ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നൈട്രജന്റെ ബോണ്ട് ഓർഡർ 3 ആൻഡ് ഇറ്റ് വാസ് ഡയാമാഗ്നറ്റിക്. സോ യു ഗെറ്റ് ഓപ്ഷൻ ബി. യെസ്, ഡയറക്റ്റ് ബി ആ കിട്ടുന്നത്. അത് Cn മൈനസ് തന്നത് കൊണ്ടാണ്, അത് ശ്രദ്ധിക്കണേ. റെഡി? നെക്സ്റ്റ്. Identify the species having 1 pi bond and maximum number of canonical forms from the following. Canonical forms എന്ന് പറഞ്ഞാൽ റെസൊണൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ഒരു പൈ ബോണ്ട് മാത്രം ഉണ്ടാവുകയും മാക്സിമം റെസൊണൻസ് സ്ട്രക്ചേഴ്സ് കാണിക്കുകയും ചെയ്യുന്നത് ഐഡന്റിഫൈ ചെയ്യണം. SO3, 3 ഓക്സിജൻ എന്ന് പറയുമ്പോഴേ that gives you the double bond. O2, that is a double bonded system. Yes, SO3 3 പൈ ബോണ്ട് ഉണ്ട്. റെസൊണൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, റെസൊണൻസ് ഉണ്ട്. പക്ഷെ പൈ ബോണ്ടുകളുടെ എണ്ണം 3 പൈ ബോണ്ടുകൾ ഉണ്ട്. ഒരു പി പൈ ബോണ്ടും 2 പി പൈ ബോണ്ടുകളും ഉണ്ട്. ഓക്സിജന്റെ കേസിൽ ഒരു പൈ ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ റെസൊണൻസിന്റെ ആവശ്യമില്ല, ബിക്കോസ് ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ സ്റ്റേബിൾ സ്ട്രക്ചർ.
SO2 കേസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ യെസ് യു ഹാവ് റെസൊണൻസ് പോസിബിൾ ആൻഡ് ദ പൈ ബോണ്ട് ഈസ് 1. CO3 2- സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞാൽ യെസ് റെസൊണൻസ് ഈസ് പോസിബിൾ ആൻഡ് ദി നമ്പർ ഓഫ് പൈ ബോണ്ട് ഈസ് 1 പൈ ബോണ്ട്. അപ്പൊ ഒരു പൈ ബോണ്ട് വരുന്ന റെസൊണൻസ് വരുന്ന CD ഓപ്ഷനുകളിൽ മാക്സിമം റെസൊണൻസ് പോസിബിൾ ആവുന്നത് ഏതിനായിരിക്കും? ഓപ്ഷൻ ഡിക്കായിരിക്കും. കാരണം എന്താ? ഈ നെഗറ്റീവ് ചാർജ് വന്നിരിക്കുന്നതിൽ ഒരു പൈ ബോണ്ട് വരാം, ഇവിടെയും വരാം. 3 റെസൊനേറ്റിംഗ് സ്ട്രക്ചറുകൾ അവിടെ പോസിബിൾ ആണ്. യു ഗെറ്റ് ഓപ്ഷൻ ഡി. ഈസി ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി അടുത്ത നോക്കണേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട് കൻ നോട്ട് ആക്ട് ആസ് എ ലൂയിസ് ബേസ്? പെട്ടെന്ന് ഇതിന്റെ ആൻസർ പറയാം. ലൂയിസ് ആസിഡ് ലൂയിസ് ബേസുകളെ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ലൂയിസ് ആസിഡുകൾ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, അഥവാ ലൂയിസ് ആസിഡുകൾ കാറ്റയോൺ ആയിരിക്കണം, വാക്കന്റ് ഓർബിറ്റലുകൾ ഉള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ഉള്ളവരായിരിക്കണം. 3 രീതിയിലാണ് നിങ്ങൾ ലൂയിസ് ആസിഡുകൾ പറയുന്നത്. either it should be a cation or that should contain some vacancy to accept the electron pair, or it should have incomplete octet. ഏതെങ്കിലും ഉണ്ടാവണം. ലൂയിസ് ബേസ് എന്ന് പറഞ്ഞാൽ it should be electron rich. either it should have a negative charge or a lone pair to donate. ഇലക്ട്രോണുകളെ കൊടുക്കാൻ പറ്റും. NF3, yes, there is a lone pair. PCl5, ഫോസ്ഫറസ് 15th ഗ്രൂപ്പ് ആണ്, 5 ഇലക്ട്രോണുകളും ബോണ്ടിങ്ങിൽ ഉപയോഗിച്ചു. there are no electrons available, അതുകൊണ്ട് PCl5 കൊടുക്കാൻ കഴിയില്ല. ClF3 2 ലോൺ പെയറുകൾ കാണാൻ കഴിയും. SF-ലും SF4-ലും 1 കാണാം. so your option is this. Next, the number of species below that താഴെ തന്നിരിക്കുന്നതിൽ that have 2 lone pairs of electrons in their central atom. താഴെ തന്നിരിക്കുന്നവയിൽ 2 ലോൺ പെയറുകൾ സെൻട്രൽ ആറ്റത്തിൽ വരുന്ന എത്ര പേരുണ്ട് എന്നതാണ് ചോദ്യം. അപ്പൊ ഓരോന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തു നോക്കണം. SF4 നേരത്തെ ചെയ്തതുപോലെ 6 + 4/2 നിങ്ങൾ ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. 5 ആണ്. അതില് 4 പേര് ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് 4-1 കാറ്റഗറി. അങ്ങനെയാ ടോട്ടൽ 5 കിട്ടിയത്. there are 1 lone pair. അടുത്ത ശ്രദ്ധിക്കേണ്ടത് എന്താ? BF4- ആണ് കൺസിഡർ ചെയ്യുന്നത്. ബോറോൺ 13th ഗ്രൂപ്പ് ആണ്. ചുറ്റും 4 ഫ്ലൂറിൻ ഉണ്ട്. ആനിയോൺ ആയതുകൊണ്ട് ആഡ് ചെയ്യണം. ഒരു നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത്, നമ്മൾ അതിനെ ആഡ് ചെയ്തു. 4 പേരെന്ന് കിട്ടി. 4 ഫ്ലൂറിൻ ഉണ്ട്. 4 0 കാറ്റഗറി ആണ്. 0 ലോൺ പെയർ ആണെന്ന് മനസ്സിലാവുന്നു. ClF3 ഇതേപോലെ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലോറിൻ 17th ഗ്രൂപ്പ് 3 ഫ്ലൂറിൻ. സോ യു ഹാവ് 5. അത് തന്നെ 5-2 കാറ്റഗറി ആണ്. 3-2 കാറ്റഗറി ആണ്. കാരണം ടോട്ടൽ 5 ഉണ്ട്, അതിൽ 3 ആണ് ഫ്ലൂറിൻ, ബാക്കി 2 ലോൺ പെയർ ഉണ്ട്. നെക്സ്റ്റ്, അടുത്ത് വന്നിരിക്കുന്നത് AsF3 നിങ്ങൾ കൺസിഡർ ചെയ്യാം. നുണ പറഞ്ഞ അശ്വതി നമ്മൾ പറഞ്ഞു അല്ലെ, നൈട്രജൻ ഫോസ്ഫറസ് ആർസനിക് 15th ഗ്രൂപ്പ് ആണ്. 5 വാലൻസ് ഇലക്ട്രോൺ. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് S4 എന്നാണ്. അതിൽ 3 ഫ്ലൂറിൻ വരുന്നത് കൊണ്ട് ബാക്കി വരുന്ന ഒരാള് ലോൺ പെയർ ആയിരിക്കും. PCl5 0 ലോൺ പെയർ ആണെന്ന് നമുക്കറിയാം. ഇത് 5-0 കാറ്റഗറി ആണ്. XeF4 കൺസിഡർ ചെയ്യുമ്പോൾ 8 + 4/2 ചെയ്യുന്നു. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഗിവ്സ് യു 4-2 കാറ്റഗറി. SF6 എന്ന് പറയുന്നത് 6-0 കാറ്റഗറി. അപ്പൊ 2 എന്ന അൺപെയ്ഡ് ഇലക്ട്രോൺസ്. നിങ്ങൾ എളുപ്പ ആൻസർ പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. 2 പേരാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മള് the more you practice you understand directly എത്ര ലോൺ പെയറുകൾ ഉണ്ടെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. so you get option 2. 2 is your answer. Next, which of the following species has unequal bond length? This is important. 2021 question again. ഏതിനാണ് അൺഈക്വൽ ബോണ്ട് ലെങ്ത്തുകൾ വരുന്നത്? XeF4 നിങ്ങൾ പരിഗണിച്ചു. 4-2 കാറ്റഗറി ആണെന്ന് മനസ്സിലാക്കി. ടോട്ടൽ 6 പേരുണ്ട്. സ്ക്വയർ പ്ലേനാർ ആണ് ജിയോമെട്രി എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതില് ദിസ് ഈസ് എ കേസ്. സോ യു അണ്ടർസ്റ്റാൻഡ് ഒക്ടാഹെഡ്രലിന്റെ ഭാഗമാണ്. ഓൾ ദി ബോൺസ് ആർ ഈക്വൽ. ഓൾ ദി ബോൺസ് ആർ ഈക്വൽ. BF4- ചെയ്ത 4-0 കാറ്റഗറി ആണെന്നും ടെട്രാഹെഡ്രൽ ആണെന്നും മനസ്സിലാവും. ആൻഡ് ടെട്രാഹെഡ്രൽ ഓൾസോ ഓൾ ദി ബോൺസ് ആർ സിമിലർ. SF4 കൺസിഡർ ചെയ്യുന്ന സമയത്ത് ദിസ് ഇസ് എ 4-1 കാറ്റഗറി. അപ്പൊ അവിടെ ഒരു ലോൺ പെയർ പ്രസന്റ് ആണ്. ആൻഡ് ദാറ്റ് ഗിവ്സ് യു സീസോ ഷേപ്പ്. റെഡി അല്ലേ? ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും.
ആ 4 ബോണ്ടുകളില് 2 എണ്ണം ആക്സിയൽ ബോണ്ടും 2 എണ്ണം ഇക്വറ്റോറിയൽ ബോണ്ടും ആണ്. ആൻഡ് ആക്സിയൽ ബോണ്ട്സ് ആർ ലോങ്ങർ ദാൻ ഇക്വറ്റോറിയൽ ബോണ്ട്സ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇവിടെ ബോണ്ടുകളിൽ ചെറിയൊരു പ്രശ്നം വരും. അപ്പൊ അൺഈക്വൽ ആയിരിക്കുന്ന ബോണ്ടുകൾ വരുന്നത് SFR SiF4 ടെട്രാഹെഡ്രലാണ്, ഈക്വൽ ബോണ്ടുകൾ വരുന്നു. സോ യു ഗെറ്റ് ഓപ്ഷൻ സി ആണ് നമുക്കിതിൽ ആൻസർ ആയിട്ട് വരിക. പറഞ്ഞത് ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റെഡി? യെസ്. ആൻഡ് നൗ ലെറ്റ് us കൺസിഡർ. ഇപ്പൊ നമ്മൾ പൊതുവെ ഇതിൽ മറ്റൊരു കേസിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് ലൈക്ക് ഏതിനാണ് അയോണിക് ക്യാരക്ടേഴ്സ് കൂടുതലാവുന്നത്, ഏതിനാണ് കോവാലന്റ് ക്യാരക്ടേഴ്സ് കൂടുതലാവുന്നത്, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കുറെ നിങ്ങൾക്ക് വരാം. അപ്പൊ അത് പോളറൈസേഷൻ പവറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയണം, ഫജാൻസ് റൂളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയണം. നമുക്കറിയാം പോളറൈസേഷൻ കൂടി എന്ന് പറഞ്ഞാൽ കോവാലന്റ് ക്യാരക്ടർ കൂടി എന്നാണ് അർത്ഥം. അപ്പൊ സൈസ് ഓഫ് കാറ്റയോൺ ഒക്കെ ഇതിനെ എങ്ങനെ ബാധിക്കുന്നു? പോളറൈസേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് ഓഫ് കാറ്റയോൺ. നേരെ മറിച്ച് ആനയോണിന്റെ സൈസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓർ ചാർജിന് പോളറൈസേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതിന് ഒരുമിച്ചിട്ട് എങ്ങനെ പറയാം? ചാർജ് ഡെൻസിറ്റിയുടെ അടിസ്ഥാനത്തിൽ അഥവാ അയോണിക് പൊട്ടൻഷ്യലിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം ചാർജ് ടു റേഡിയസ് റേഷ്യോ. അപ്പൊ ഏതിനാണോ ചാർജ് കൂടുന്നത് അപ്പൊ പോളറൈസേഷൻ കൂടും. അത് നിങ്ങൾ ഓർത്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഡി ഇലക്ട്രോണുകൾ പ്രസന്റ് ആണെങ്കിലും കൂടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. റെഡി? ലെറ്റ് us കൺസിഡർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഇതില് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ പറയാം. ലെറ്റ് us ടോക്ക് അബൌട്ട് സോളിബിലിറ്റി. 2 ടേമുകൾ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം. സോ ദിസ് ഈസ് ദി ലാസ്റ്റ് ടോപ്പിക് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹിയർ, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നിങ്ങൾ ഇതിൽ ലാറ്റിസ് എൻതാൽപ്പി എന്താണെന്നുള്ളത് ബോണ്ട് പാരാമീറ്റേഴ്സിൽ യു ഹാവ് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുന്നത് കുറെ പറഞ്ഞു, ബോണ്ട് ആംഗിൾ എങ്ങനെ സ്വാധീനിക്കുന്നു പറഞ്ഞു, ബോണ്ട് ലെങ്ത്, ഇങ്ങനെയുള്ള ഒത്തിരി പാരാമീറ്റേഴ്സ് ഉണ്ട്. ആൻഡ് ഓൾസോ യു ഹാവ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ ബേസിൽ സ്ട്രോങ്ങർ ബോണ്ട് ഏതുകളാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്. ടോക്കിംഗ് അബൌട്ട് ദി സോലിബിലിറ്റി. ഒരാൾ സോലിബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ചില സമയങ്ങളിൽ ഗ്രൂപ്പ് നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ച് സോലിബിലിറ്റി ചിലതിൽ കൂടും ചിലതിൽ കുറയും. എങ്ങനെയാണ് അയോണിക് കോമ്പൗണ്ടുകളുടെ സോലിബിലിറ്റി നമ്മൾ തീരുമാനിക്കുന്നത്? സോ വി നോ ദാറ്റ് ഒരാൾ സോലിബിൾ ആവുന്നു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണേ, NaCl സോലിബിൾ ആവുന്നു എന്ന് പറയുമ്പോൾ ബേസിക്കലി അതിൽ ഉദ്ദേശിക്കുന്നത് they are ionized, they are separated into ions and water is surrounding them. വെള്ളം അതിന് ചുറ്റും നിൽക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ break the lattice and hydrate the ion. ലാറ്റിസിനെ ബ്രേക്ക് ചെയ്യണം. സോ ദി എനർജി റിക്വയർഡ് ടു ബ്രേക്ക് ദ ലാറ്റിസ് ഓൾസോ ഡിസൈഡ്സ് ദ സോലിബിലിറ്റി. സ്ട്രോങ്ങർ ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, സ്ട്രോങ്ങർ ദി ലാറ്റിസ്, ഡിഫിക്കൽട്ട് ടു ബ്രേക്ക് ദ ലാറ്റിസ് ആൻഡ് ഇറ്റ് ക്യാൻ ബിക്കം ലെസ് സോലിബിൾ. അപ്പൊ പൊട്ടിക്കാൻ ഭയങ്കര എനർജി വേണമെന്ന് പറഞ്ഞാൽ ഓക്കെ, പണിയാണ്, മെനക്കേടാണ് എന്ന് വേണമെങ്കിൽ പറയാം. And it is also decided by hydration enthalpy. Hydration enthalpy is energy released when 1 mole of a gaseous cation or anions are hydrated. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ലാറ്റിസ് എനർജി എന്ന് പറഞ്ഞാൽ റിക്വയർഡ് എനർജിയും ഹൈഡ്രേഷൻ എനർജി എന്ന് പറഞ്ഞാൽ റിലീസ്ഡ് എനർജി ആണെന്ന് മനസ്സിലാക്കണം. ആൻഡ് ഹൗ വിൽ യു ജനറലൈസ് ദ സോളിബിലിറ്റി? പറഞ്ഞു വരുന്നത്, ലാറ്റിസ് വീക്ക് ആണെങ്കിൽ പെട്ടെന്ന് പൊട്ടിക്കാം, പെട്ടെന്ന് സോലിബിൾ ആവാം. സോ സോലിബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ട്രെങ്ത്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാറ്റിസ് എനർജി. സ്ട്രോങ്ങർ ദി ലാറ്റിസ്, ലെസ് സോലിബിൾ. വീക്കർ ദി ലാറ്റിസ്, മോർ സോലിബിൾ. സോ ദേ ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. അത് മാത്രമല്ല നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് സോലിബിലിറ്റി ആൻഡ് ഹൈഡ്രേഷൻ എന്താൽപ്പി നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഹൈഡ്രേഷൻ, കൂടുതൽ വെള്ളവുമായിട്ട് ചേരുന്നവർ നന്നായിട്ട് സോലിബിൾ ആകും. സോ ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹൈഡ്രേഷൻ എന്താൽപ്പി. ഒരാൾ സോലിബിൾ ആവുന്നത് വെൻ ഹൈഡ്രേഷൻ എന്താൽപ്പി ഈസ് ഗ്രേറ്റർ ദാൻ ലാറ്റിസ് എന്താൽപ്പി. ഹൈഡ്രേഷൻ എന്താൽപ്പി കൂടുമ്പോഴാണ് ഒരാൾ സോലിബിൾ ആവുന്നത്.
ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു കാര്യമാണ് ലിസൺ കെയർഫുള്ളി. അതായത് വി നോ ദാറ്റ് ഒരാളുടെ ഗ്രൂപ്പ് നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ച് സൈസ് ഇൻക്രീസസ്. സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് അട്രാക്ഷൻ കുറയും, ഓർ ദി ലാറ്റിസ് എനർജി ഡിക്രീസസ്. ലാറ്റിസ് എൻതാൽപ്പി മാത്രമല്ല, ഹൈഡ്രേഷൻ എൻതാൽപ്പിയും ഡിക്രീസ് ചെയ്യും. അപ്പൊ സൈസ് കൂടുന്നതിനനുസരിച്ച് ഇത് രണ്ടും കുറയും. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ, ആരെ വെച്ചിട്ട് നമ്മൾ ഇത് ആൻസർ ചെയ്യും? ലാറ്റിസ് എൻതാൽപ്പി കുറഞ്ഞു, ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടി എന്നാണെങ്കിൽ സോല്യൂബിൾ ആണെന്ന് എപ്പോഴും പറയാം. സോ നൗ ദിസ് ഈസ് ഡിസൈഡഡ് ബൈ the extent of decrease in lattice enthalpy or hydration enthalpy. അതായത് ഹൈഡ്രേഷൻ എൻതാൽപ്പി ലാറ്റിസ് എൻതാൽപ്പി കമ്പയർ ചെയ്തിട്ട് മാത്രമേ പറയാൻ കഴിയുള്ളൂ. സോ ഐ വിൽ ഗിവ് യു ദി ഐഡിയ. ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. സോലബിലിറ്റി ഓഫ് അയോണിക് കോമ്പൗണ്ടുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇഫ് ദി കോമൺ അയോൺ ഈസ്, ശ്രദ്ധിക്കണേ, നമ്മുടെ കയ്യിൽ വരുന്ന കോമൺ അയോൺ ഓക്സൈഡുകളോ ഫ്ലൂറൈഡുകളോ ഹൈഡ്രോക്സൈഡുകളോ ആണെങ്കിൽ, ഓക്കെ, ഇവരാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സോലിബിലിറ്റി ഈസ് ഡിസൈഡഡ് ബൈ ലാറ്റിസ് എൻതാൽപ്പി. ആനയോണുകൾ ആരൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. എല്ലാ ഓക്സൈഡുകളും ഫ്ലൂറൈഡുകളും ഹൈഡ്രോക്സൈഡുകളും. കാറ്റിയോണുകളെ കൺസിഡർ ചെയ്യുമ്പോൾ ഓൾ ലിഥിയം, സോഡിയം ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് ആൾക്കാരെ കൺസിഡർ ചെയ്യുക. ആൻഡ് ഓൾസോ if you have the common ion കാർബണേറ്റോ ബൈകാർബണേറ്റുകളോ ഫസ്റ്റ് ഗ്രൂപ്പിനാണെങ്കിൽ solubility is decided by lattice enthalpy. ശ്രദ്ധിക്കണേ, അതായത് ഗ്രൂപ്പിൽ നിന്നും താഴേക്ക് വരുമ്പോൾ സൈസ് കൂടും, ലാറ്റിസ് എൻതാൽപ്പി കുറയും. ലാറ്റിസ് എൻതാൽപ്പി കുറഞ്ഞാൽ ലാറ്റിസ് എൻതാൽപ്പിയും സോലബിലിറ്റിയും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്, സോലബിലിറ്റി കൂടും. നമ്മുടെ കയ്യിൽ ഓക്സൈഡുകളുടെ സോലബിലിറ്റി ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്, ഫ്ലൂറൈഡുകളുടെ സോലബിലിറ്റി ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്, ഹൈഡ്രോക്സൈഡുകളുടെ സോലബിലിറ്റി ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. You consider lithium carbonate, sodium carbonate, potassium carbonate, etc. It increases down the group. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. And then if the common ion is, ഇനി ശ്രദ്ധിക്കണേ, നമ്മുടെ കയ്യിലിരിക്കുന്ന കോമൺ അയോണുകൾ മറ്റുള്ള ബ്രോമൈഡ്, ക്ലോറൈഡ്, അയോഡൈഡ്, സൾഫൈഡ്, കാർബണേറ്റ്, ബൈകാർബണേറ്റ്, സൾഫേറ്റ്, ഫോസ്ഫേറ്റ്, നൈട്രേറ്റ് തുടങ്ങിയ ആൾക്കാരാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ I'll drink some water. In such cases, then solubility is decided by hydration enthalpy. നിങ്ങൾ ഇത് നിർബന്ധമായിട്ടും ഈ രണ്ട് അയോണുകളെ വെച്ചിട്ട് പഠിക്കണം, because this is very important. For example, let us see an example. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. Listen. I'm considering lithium oxide, sodium, potassium, rubidium, cesium. What happens to solubility down the? What is the order of solubility? Tell me. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ആരാ കോമൺ ആയി? കോമൺ അയോൺ എന്ന് പറയുന്നത് O2 മൈനസ് ആണ്. റെഡി? അപ്പൊ ഇത് നമ്മുടെ കേസ് 1 ആണ്. കേസ് 1ലാണ് കോമൺ അയോൺ വരുന്നത്. നോക്കിയേ, O2 മൈനസ് ആണ്. സോ ദിസ് ഈസ് യുവർ കേസ് 1. അപ്പൊ കേസ് 1 ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താ? ലാറ്റിസ് എൻതാൽപ്പി ഡിസൈഡ്സ് സോലബിലിറ്റി. അപ്പൊ ലാറ്റിസ് എൻതാൽപ്പി നോക്കിയിട്ട് സോലബിലിറ്റി പറഞ്ഞാൽ മതി. താഴേക്ക് വരുമ്പോ സൈസ് കൂടും, ലാറ്റിസ് എൻതാൽപ്പി കുറയും. അപ്പൊ ലാറ്റിസ് എൻതാൽപ്പി കുറയുമ്പോൾ സോലബിലിറ്റി കൂടും. സോ യു അണ്ടർസ്റ്റാൻഡ്, ദിസ് ഈസ് ദി ഓർഡർ ഓഫ് സോലബിലിറ്റി. ഓക്സൈഡുകളുടെ സോലബിലിറ്റി ഇൻക്രീസസ്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? What if I give you beryllium carbonate, magnesium carbonate, calcium carbonate, strontium carbonate and barium carbonate? ഇത് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഇതിന്റെ സോലബിലിറ്റി എന്താന്ന് പറയണം. ശ്രദ്ധിക്കുക, കോമൺ അയോൺ ആരാ? കാർബണേറ്റ്. കാർബണേറ്റുകൾ ആരുടെ കൂടെയാ വന്നത്?
സെക്കൻഡ് ഗ്രൂപ്പിന്റെ കൂടെ. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ കൂടെ കാർബണേറ്റ് വന്നെങ്കിൽ കേസ് 1 ആണ്. പക്ഷെ അതല്ലാതെ മറ്റേത് ഗ്രൂപ്പിന്റെ കൂടെ കാർബണേറ്റ് വന്നാലും അത് കേസ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് ഹൈഡ്രേഷൻ എൻതാൽപ്പി ഡിസൈഡ്സ് സോളിബിലിറ്റി. താഴേക്ക് വരുന്നതിനനുസരിച്ച് സൈസ് കൂടും. സൈസ് കൂടുമ്പോൾ ഹൈഡ്രേഷൻ എൻതാൽപ്പി കുറയും. ഹൈഡ്രേഷൻ എൻതാൽപ്പി കുറയുമ്പോൾ സോളിബിലിറ്റി കുറയും. അപ്പൊ ഇങ്ങനെ തന്നിരിക്കുന്ന ഓരോരുത്തരുടെയും സോളിബിലിറ്റിയിൽ എന്ത് വ്യത്യാസം വരുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധിക്കാം. ബിക്കോസ് ദിസ് വിൽ ഹെൽപ്പ് യു ഇൻ ദ കമ്മിങ് ചാപ്റ്റേഴ്സ്, എസ്പെഷ്യലി എസ് ബ്ലോക്ക് പി ബ്ലോക്ക് വരുന്ന ചാപ്റ്ററുകൾ വരുമ്പോൾ എസ് ബ്ലോക്ക് എസ്പെഷ്യലി അയോണിക് കോമ്പൗണ്ടുകളുടെ സോളിബിലിറ്റി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നിരിക്കുന്ന അയോണുകളുടെ അടിസ്ഥാനത്തിൽ സോളിബിലിറ്റി പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പൊ ഇത്രയും പറഞ്ഞിരിക്കുന്നത് ക്ലിയർ അല്ലേ? അപ്പൊ ഏറ്റവും പ്രധാനമുള്ളത് ഇതിന്റെ സ്ട്രക്ചറുകളും ഷേപ്പും ഹൈബ്രിഡൈസേഷനും ലോൺ പെയറുകളും ഒക്കെ പറയാന്നുള്ളത് തന്നെയാണ്, പ്ലസ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ഐ ഹോപ്പ് യു ഗോട്ട് ദി ഐഡിയ ഹൗ ടു പ്രെഡിക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് എത്ര പെട്ടെന്ന് എങ്ങനെ ചെയ്യണം എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എനിവേ, ദാറ്റ് ഈസ് അബൌട്ട് ദി സെഷൻ വി വർ പ്ലാനിങ് ടുഡേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈവൻ യു ക്യാൻ പ്രാക്ടീസ് സോളിബിലിറ്റി. നിങ്ങൾക്ക് എല്ലാത്തിന്റെയും പ്രാക്ടീസ് ചെയ്യാം. ലിഥിയം കാർബണേറ്റ് പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ കാർബണേറ്റുകൾ, ഫ്ലൂറൈഡുകൾ, ക്ലോറൈഡുകൾ, ബ്രോമൈഡുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. So that is about the solubility. I hope you understood the general idea, and we'll discuss more about the solubility and a few exceptional behaviors of solubility in the coming lectures, especially when we discuss S, P block, etc. അപ്പോൾ അതിൽ വരുന്ന അല്ലറ ചില്ലറ എക്സെപ്ഷൻസ് നമുക്ക് ആ സമയങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. That's about this session. Thank you very much.